Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Okay. Prayer ഒന്നും കഴിഞ്ഞില്ലായിരുന്നല്ലോ? No, ma'am. Yes, please. Prayer. Dear God, we gather here with thankful heart for this new day. Bring peace to our minds and joy to our learning. Help us to be gentle, patient, and eager to grow. Guide us in all we do today. Thank you. Okay, വേറെ ഒന്നും share ചെയ്യാനുണ്ടല്ലോ? Thought of the day, Parata ma'am. Yeah, yes, please. Success is the sum of a small efforts repeatedly done. I repeat, success is the sum of small efforts repeatedly done. Okay, fine. ഇനി എന്തെങ്കിലും ഉണ്ടോ? Good ma'am. സ്കൂളൊക്കെ തുറന്നപ്പോഴേക്കും എല്ലാരും തിരക്കായോ? ഓക്കെ, സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്തായിരുന്നു പറഞ്ഞത്? Ma'am, Unit 10, Montessori terms are. അത് കഴിഞ്ഞോ അതോ അതിന് എന്തെങ്കിലും ബാക്കിയുണ്ടോ? ബാലൻസ് ഉണ്ടോ? Yes, ma'am, balance ഉണ്ട്. ഹോർമോൺസ് വരെ പറഞ്ഞുള്ളൂ. അത് മൂന്നും തമ്മിലുള്ള കണക്ഷൻ ഞാൻ പറഞ്ഞില്ലായിരുന്നോ? ഹോമും നീമി. Yes, പറഞ്ഞു മാം. സോ നമ്മൾ ഹോം അതിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിന് മോണ്ടസോറി ടേംസിന്റെ പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞിരുന്നു. വേറൊരു കോണ്ടെക്സ്റ്റില് എന്താണോ അത് ആ ഒരു എഫക്റ്റ് കിട്ടുന്ന മോണ്ടസോറി മെത്തേഡിലെ കോണ്ടെക്സ്റ്റില് ഡോക്ടർ മോണ്ടസോറി യൂസ് ചെയ്തിരുന്ന ടേംസ് ആണ്. അതുകൊണ്ടാണ് അതിന് മോണ്ടിസോറി ടേംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹോമിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഒരു പർപ്പസ്ഫുൾ ആക്ടിവിറ്റി ചെയ്യാനുള്ള, അതിനെ ചെയ്യിക്കാനുള്ള, അതിനെ ഗൈഡ് ചെയ്യുന്ന ഒരു വൈറ്റൽ എനർജിയാണ് ഹോം എന്ന് പറയുന്നത്. ഇത് പുഷ് ചെയ്യുന്നു നമ്മളെ കൊണ്ടൊരു ആക്ടിവിറ്റി ചെയ്യിക്കാനായിട്ട്. നമ്മളെ പുഷ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണ് ഹോം. നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഒരു ഇന്നർ ഗൈഡ് അല്ലെങ്കിൽ ഉൾവിളി. എന്റെ ഉള്ളിലിരുന്ന് ആരോ പറഞ്ഞു എന്ന് നമ്മൾ പറയുന്നില്ലേ, അത് തന്നെയാണ് ഹോം എന്ന് പറയുന്നത്. ഡോക്ടർ മോണ്ടിസോറി അതിനെ ഹോം എന്നാണ് വിളിച്ചത്. കാരണം ഒരു എനർജി സോഴ്സ് ആണ്. അങ്ങനെ ഒരു എനർജി സോഴ്സ് നമ്മളെ പുഷ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരു പർപ്പസ്ഫുൾ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു ലക്ഷ്യം, ഒരു ഗോള്, ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്ത് അതിലേക്ക് നമ്മൾ പോകുന്നത്. അങ്ങനെ ഒരു ഫോഴ്സ് നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മളെ കൊണ്ട് ഗൈഡ് ചെയ്യിക്കുമ്പോൾ, നമ്മളെ ഗൈഡ് ചെയ്യുമ്പോൾ, ദാറ്റ് ഇസ് ഹോം. പക്ഷെ കുട്ടികളിൽ ഈ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് ഡിസോർഡർ ആയിരിക്കും, ക്രൗഡഡ് പാറ്റേൺ ആയിരിക്കും. അപ്പൊ ഇവരൊരു കാര്യം ചെയ്യുമ്പോൾ എത്ര ഫോഴ്സ് വേണം എന്നുള്ളത്, ആ ഒരു കൺട്രോൾ ഇവരുടെ ബോഡിക്ക് കിട്ടാൻ കുറച്ച് സമയം എടുക്കും. അതാണ് റിപ്പീറ്റഡ് ആക്ടിവിറ്റി ആണ് അവരെ കൊണ്ട്, ചെറിയ കാര്യമാണെങ്കിൽ പോലും റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോഴാണ് അതിന്റെ കൺട്രോള് കുട്ടികൾക്ക് കിട്ടുന്നത്. ഒരു ജഗ്ഗിലേക്ക് വെള്ളം ഒഴിക്കുമ്പോഴാണെങ്കിലും ശരി, ഒരു പ്ലേറ്റ് എടുത്തുകൊണ്ട് പോകുമ്പോഴാണെങ്കിലും ശരി, അവർക്ക് അതിന്റെ ഒരു കൺട്രോൾ, ആ ഒരു കോർഡിനേഷൻ, ബോഡിക്ക് അതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള കോർഡിനേഷൻ കിട്ടണമെങ്കിൽ അവരത് പലതവണ റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ്. ഓക്കെ, അപ്പോ ഈ ഫോഴ്സ് ഒന്ന് കറക്റ്റ് ആവണം, ഒന്ന് ഫോക്കസിലാകണം. അപ്പോഴാണ് കുട്ടികൾ അത് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നത്. അപ്പൊ കുട്ടികളിൽ അങ്ങനെ കാണുമ്പോൾ പലപ്പോഴും ആസ് ആൻ അഡൽട്ട്, നമ്മളെപ്പോഴും അഡൽട്ടിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് ചിന്തിക്കുന്നത്. അഡൽട്ട് മീൻസ് അവർ ആ ഒരു എന്ത് ആക്ടിവിറ്റി ആണെങ്കിലും അവരത് ചെയ്ത് അതിന്റെ പീക്ക് ലെവലിൽ എത്തിക്കഴിഞ്ഞു. അവരെ സംബന്ധിച്ച് ജഗ്ഗിൽ നിന്ന് വെള്ളം ഒഴിക്കുന്നതും ഒരു പാത്രം കൊണ്ടുപോകുന്നതൊന്നും അത്ര ഭയങ്കര ടഫായിട്ടുള്ള ടാസ്ക് ഒന്നുമല്ല. അവരതിൽ ഓൾറെഡി അതിന്റെ കൺട്രോളും അതിന്റെ ബാലൻസിങ്ങും എല്ലാം അവർക്കായി കഴിഞ്ഞു. പക്ഷെ നമ്മൾ കുട്ടികൾ ഇത് ചെയ്യുന്ന കാണുമ്പോൾ പലപ്പോഴും നീ ഇത് എന്തായി ചെയ്യുന്നത്, എങ്ങനെയാണോ എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ പലപ്പോഴും ചെല്ലാറുണ്ട്. അങ്ങനെ ചെല്ലുമ്പോൾ അത് കുട്ടിയുടെ സെൽഫ് എസ്റ്റീമിനെ ബാധിക്കും, അവരുടെ കോൺഫിഡൻസിനെ ബാധിക്കും. ബട്ട് നമ്മളിത് മനസ്സിലാക്കുവാണെങ്കിൽ നമ്മൾ അവരെ അതിനനുസരിച്ച് ട്രീറ്റ് ചെയ്യുകയും ചെയ്യും. നമ്മളുടെ ഒരു സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ അവിടെ അത് കൊടുക്കുകയും ചെയ്യണം. ഓക്കെ,
പിന്നെ പലപ്പോഴും ഈ ഫോഴ്സ് പലപ്പോഴും കോൺഷ്യസ് ആവാം, അൺകോൺഷ്യസ് ആകാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോഴ്സ് മെമ്മറിയുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ ചെറിയ കുട്ടികൾ 3 years വരെയുള്ള കുട്ടികൾ എന്ന് പറയുമ്പോഴേക്കും നമുക്കറിയാം അവിടെ അവരുടെ മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺകോൺഷ്യസ് ആണ്. അപ്പോൾ ആ കുട്ടികളെ സംബന്ധിച്ച് ഈ ഫോഴ്സ് അൺകോൺഷ്യസ് തന്നെയായിരിക്കും, ആ ഒരു ലെവലിലായിരിക്കും പോകും. 3 years മുകളിലുള്ള കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മറി ഷാർപ്പാകാൻ തുടങ്ങി, സബ് കോൺഷ്യസ് ആയിരിക്കും. ഈ അൺകോൺഷ്യസ് പാർട്ടാണ് മച്ച് ഗ്രേറ്റർ എന്ന് പറയുന്നത്. കാരണം ഈ ഒരു ചെറുപ്രായത്തില് അവരവരുടെ മാക്സിമം എഫേർട്ട് എടുക്കും. കോൺഷ്യസ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുട്ടിക്ക് അറിയാം ഒരു പ്രാവശ്യം ചെയ്തപ്പോ ഇങ്ങനെ സംഭവിച്ചു, സോ ദാറ്റ് അതിങ്ങനെ അവരുടെ മെമ്മറിയിൽ ഉണ്ടാവും. പിന്നെ അവർ ചെയ്യുമ്പോൾ അതിന്റെ ഒരു ഇമ്പാക്റ്റിലായിരിക്കും അവർ ചെയ്യുക. കോൺഷ്യസ് മെമ്മറി അവർ പിടിക്കും. അതാണ് വ്യത്യാസം. അപ്പോൾ അൺകോൺഷ്യസ് ടൈമിൽ എന്ന് പറഞ്ഞാൽ മാക്സിമം എഫേർട്ട് ആയിരിക്കും അവരെപ്പോഴും എടുക്കുന്നത്. നെക്സ്റ്റ് നീമി. നീമി എന്ന് പറയുന്നത് മെമ്മറിയാണ്. ഫസ്റ്റ് 3 years ഇത് അൺകോൺഷ്യസ് ആയിരിക്കും. നെക്സ്റ്റ് 3 years ഗ്രാജുവലി റീപ്ലേസ് ചെയ്ത് കോൺഷ്യസ് മെമ്മറി ആയിട്ട് മാറും. അപ്പൊ നീമിയുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ലിവിങ് തിങ്സിലും നീമി ഉണ്ട്. അതായത് പ്ലാന്റ്സ്, അനിമൽസ്, ഹ്യൂമൻ ബീയിങ്സ് എല്ലാത്തിലും നീമി ഉണ്ട്. ജീവനുള്ള എല്ലാ വസ്തുക്കളിലും ഈ മെമ്മറി ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അത് ചിലപ്പോൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകും ഈ ഒരു ഇതിന്റെ കാര്യം. നമ്മൾ ചെറുതായിരിക്കുമ്പോ ഒരു പപ്പി നമ്മുടെ വീട്ടില് ഉണ്ട്. നമ്മൾ അതുമായിട്ട് നല്ലപോലെ അങ്ങ് മിങ്കിൾ ചെയ്തു. നമ്മൾ ദൂരേക്ക് എവിടെയെങ്കിലും പോയി കുറെ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ അത് പെട്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്, അല്ലെ? സോ അതാണ് പറയുന്നത്, ലിവിങ് തിങ്സില് എല്ലായിടത്തും ഈ നീമി ഉണ്ട്, ഈ ഒരു മെമ്മറി. പ്ലാന്റ്സ് നമ്മൾ നല്ല പോലെ കെയർ ചെയ്യുമ്പോൾ ആ പ്ലാന്റ്സ് അല്ലെ നല്ല നിറയെ ആളുകളുടെ ശബ്ദം, ചിരി, കുട്ടികളുടെ ശബ്ദം അങ്ങനെ ഇങ്ങനെ കേൾക്കുന്നിടത്ത് അങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ ചെടികൾ നല്ല പോലെ ആയിരിക്കും വളരുന്നത്. പിന്നെ പേഴ്സണൽ എക്സ്പീരിയൻസ് പലരും പല ക്ലാസ്സിലും ഷെയർ ചെയ്യണ്ടായി. എനിക്കുള്ള ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വീട്ടിലൊരു ഞാൻ വീട് വെച്ച് താമസിക്കാൻ തുടങ്ങിയിട്ട് 2 years ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ സ്ഥലം വാങ്ങുമ്പോൾ നമ്മുടെ പ്ലോട്ടിലൊരു പൊക്കം കുറഞ്ഞൊരു തെങ്ങ് ഉണ്ടായിരുന്നു. അന്ന് ഒരു തേങ്ങ 2 തേങ്ങ, അതും വലിയ ഷേപ്പ് ഒന്നുമില്ല, ഇങ്ങനെ മുരടിച്ച പോലത്തെ മണ്ടലി പോലത്തെ തേങ്ങയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഈ വീടിന്റെ സ്ഥാനം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ സിറ്റ് ഔട്ടിനോട് ചേർന്ന് നിൽക്കും ഈ തെങ്ങ്. കൈകൊണ്ട് ഇങ്ങനെ പറിക്കാട്ടോ, അതുകൊണ്ട് നിൽക്കും, അധികം ഹൈറ്റ് ഇല്ല. അപ്പൊ എല്ലാരും, പണിക്കാരും ബാക്കി എല്ലാരും തന്നെ പറഞ്ഞു ഇത് മുറിച്ചു മാറ്റണം, ഇത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതിന്റെ ഓല നേരെ സിറ്റ് ഔട്ടിലേക്ക് ഇങ്ങനെ ചാഞ്ഞു കിടക്കും. മഴ പെയ്യുമ്പോ സിറ്റ് ഔട്ട് മുഴുവൻ വെള്ളമായിരിക്കും. വെള്ളമല്ലേ, കുഴപ്പമില്ല, ആ തെങ്ങ് കളയണ്ടാന്ന്. ഇത് എല്ലാം ഈ തെങ്ങിന്റെ ചോട്ടിൽ നിന്നാണ് പറയുന്നത്. അങ്ങനെ മാക്സിമം അതിലൊരു 3-4 തേങ്ങ, അതിൽ കൂടുതൽ ഞങ്ങൾ വീട് പണിയുന്ന സമയത്ത് കണ്ടിട്ടില്ല. അപ്പൊ പണിക്കാർ അതൊക്കെ എടുത്ത് അവരത് കരിക്ക് പോലെ കഴിക്കാൻ പറ്റില്ല, വേറെ തേങ്ങയായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനത്തെ ഒരു തേങ്ങ. അങ്ങനെ ഞങ്ങൾ താമസം തുടങ്ങി ഒരു മാസം കഴിഞ്ഞപ്പോ അതില് നിറയെ ഇങ്ങനെ ചൊട്ട ഇങ്ങനെ തേങ്ങ ഉണ്ടാവാനായിട്ട് ഒരു സാധനം ഇങ്ങനെ പറ്റില്ലേ ബ്രാഞ്ചസിൽ, നിറയെ ഉണ്ടായി. ഏകദേശം ഒരുമിച്ചൊരു 30 തേങ്ങയോളം അതിനുണ്ടായി. അപ്പൊ നമ്മള് സംസാരിക്കുന്നത് കേട്ടിട്ടോ വാശിക്കോ എന്താണ്, എന്തായാലും നിറയെ തേങ്ങയുണ്ട്. കേട്ടിട്ടില്ലേ ഇങ്ങനെ മാവ് പൂക്കാതിരിക്കുമ്പോ അടുത്ത പ്രാവശ്യം ഇതിനെ വെട്ടിക്കളയണം എന്ന് പറഞ്ഞ അതിന്റെ ചുവട്ടിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാങ്ങ നിറയെ ഉണ്ടായ കഥകളൊക്കെ പറഞ്ഞ് ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു 13 ബാച്ചിൽ ഒരു കുട്ടി പറയുമായിരുന്നു, ഇങ്ങനെ ഒരു ചെടി നിറയെ പൂക്കള് എല്ലാ വീടുകളിലും കണ്ടിട്ടുണ്ട്, പക്ഷെ ഇവിടെ മാത്രം പൂ ഉണ്ടാവുന്നില്ല. അതിനങ്ങ് ദേഷ്യം വന്നു, ഇനി പൂ ഉണ്ടായില്ലെങ്കിൽ ഞാൻ വെട്ടിക്കളയൂട്ടോ എന്ന് പറഞ്ഞു. പിന്നെ അതിനകത്ത് കാട് പിടിച്ച പോലെ പൂവായിരുന്നു എന്ന് പറയുന്നത്. അതാണ് ഇവർക്ക് മെമ്മറി ഉണ്ട്, അതാണ് ഒരു കാര്യം. ആ ഒരു ഇതില് ഉണ്ടായതാണ്. അങ്ങനെ ഒരു എല്ലാ ലിവിങ് തിങ്സിനും അവർക്കറിയാം, അവർക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. അതാണ് സ്കൂളുകളിലൊക്കെ നടന്ന ചെടികളിലൊക്കെ നിറയെ പൂക്കളുണ്ട്. അങ്ങനെ കുട്ടികളുടെ കളി, ചിരിയും ബഹളവും ഓട്ടവും ചാട്ടവും അങ്ങനെയൊക്കെ ആ വെക്കേഷൻ ടൈമിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞിട്ട് അതിന് കരിഞ്ഞു നിൽക്കുന്നത് കാണാം. മേ ബി ആരും വെള്ളം ശരിക്കും ഒഴിക്കാനില്ലാത്തതുകൊണ്ടായിരിക്കാം. അപ്പൊ അതാണ്. അപ്പം അങ്ങനെ എല്ലാ ലിവിങ് തിങ്സിലും ഈ ഒരു ജനറ്റിക് മെമ്മറിയാണിത്. പിന്നെ നമുക്ക് പാസ്റ്റിൽ ഉണ്ടാകുന്ന എക്സ്പീരിയൻസ് നമ്മുടെ ഫ്യൂച്ചർ ഇതിലേക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴേക്കും ഈ ഒരു മെമ്മറി കണക്ട് ചെയ്ത് പോകും. ഈ മെമ്മറിയാണ് ഹോമിനെ ഹെൽപ്പ് ചെയ്യുന്നത്. കാരണം ഈ മെമ്മറിക്ക് അറിയാം ഈ വ്യക്തിയിൽ എന്തെല്ലാം പൊട്ടൻഷ്യൽ ഉണ്ട്. ഒരു മനുഷ്യന്റെ ഈ മെമ്മറി ഉണ്ടെങ്കിൽ ഒരു ജനറ്റിക് മെമ്മറിയാണ്.
ഇയാൾക്ക് ഇതൊക്കെ കഴിവുണ്ട്. അപ്പൊ അത് ഹോമിനെ ഇൻഫോം ചെയ്യുന്ന ഒരു ഇൻഫോർമറും കൂടിയാണ് നീമി എന്ന് പറയുന്ന ഈ ഒരു മെമ്മറി. ഇനി ഈ മെമ്മറി രണ്ട് തരത്തിലുണ്ട് കേട്ടോ. അതായത് കോൺഷ്യസ് അൺകോൺഷ്യസ് എന്നുള്ള കാറ്റഗറി അല്ലാതെ രണ്ട് തരത്തിലുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഫിസിക്കൽ കൈൻഡ് ആണ്. ഫിസിക്കൽ കൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിലും ഉണ്ടായിരിക്കും. അതായത് പ്ലാന്റ്, അനിമൽ, മനുഷ്യൻ എല്ലാത്തിലും ഉണ്ടായിരിക്കും. അപ്പൊ ഈ മെമ്മറി ആയിട്ട് കണക്റ്റഡ് ആയിട്ടാണ് ഇവരുടെ റീപ്രൊഡക്ഷൻ ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. അത് എല്ലാത്തിലും ഉണ്ട്. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്ലാന്റ്സിലില്ല, അത് സൈക്കിക് മെമ്മറിയാണ്, നമ്മുടെ മൈൻഡുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളത്. സെക്കൻഡ് വൺ പ്ലാന്റ്സിലില്ല, ബാക്കി ജീവജാലങ്ങളിലുണ്ട്, അനിമൽസിലും അതുപോലെ തന്നെ ഹ്യൂമൻ ബീയിങ്ങിലുണ്ട്. അപ്പൊ ഈ മെമ്മറിയുമായിട്ട് കണക്ട് ചെയ്ത അനിമൽസിൽ വരുന്നതാണ് ഇൻസ്റ്റിങ്ക്റ്റ്. നമ്മൾ ഇൻബോൺ പാറ്റേൺ നമ്മൾ പറഞ്ഞില്ലേ, അനിമൽസ് ജനിക്കുമ്പോ തന്നെ ഇവരുടെ ഇൻസ്റ്റിങ്ക്റ്റ് ഡെവലപ്പ് ആകുന്നു നമ്മൾ പറഞ്ഞു. അവരുടെ പൊട്ടൻഷ്യൽ അതിന് പറഞ്ഞതാണ് ഇൻസ്റ്റിങ്ക്റ്റ്, ഇൻബോൺ പാറ്റേൺസ്. ഹ്യൂമൻസിൽ ഇതിന് പകരമുള്ളതാണ് പൊട്ടൻഷ്യൽ. അതിനെയാണ് നമ്മൾ നെബുലി എന്ന് വിളിച്ചത്. അത് ഈ മെമ്മറിയുമായിട്ട് കണക്റ്റഡ് ആണ്. നമുക്ക് നീമി എന്ന് പറയുന്നത് ഒരു ജനറ്റിക് മെമ്മറിയാണ്. എല്ലാ ജീവജാലങ്ങളിലും നീമിയുണ്ട്. അത് നമുക്കറിയാം, ഫസ്റ്റ് കുറച്ച് കാലഘട്ടങ്ങളിൽ അത് അൺകോൺഷ്യസ് ആയിരിക്കും, പിന്നെ അത് കോൺഷ്യസ് മെമ്മറി ആയിട്ട് മാറുന്നു. പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? യൂണിറ്റ് 10 ആണേ. മോണ്ടിസോറി 153 ma'am. 153 ഉണ്ണിമായ. ഓക്കെ. അപ്പൊ ഈ മെമ്മറി തന്നെ രണ്ട് രീതിയിലാണ്. എന്ന് വെച്ചാൽ ആദ്യം ഇത് അൺകോൺഷ്യസ് ആയിരിക്കും, പിന്നെ ഗ്രാജുവലി അത് കോൺഷ്യസ് ആയിട്ട് മാറുന്ന ഒരു ജനറ്റിക് മെമ്മറിയാണ് നീമി എന്ന് പറയുന്നത്. എല്ലാ ജീവജാലങ്ങളിലും ഉണ്ട്. പിന്നെ ഇത് രണ്ട് രീതിയിലാണ് ഈ മെമ്മറി. അതായത് ഫസ്റ്റ് വൺ ഫിസിക്കൽ കൈൻഡ്. ഇത് അനിമൽസിലും പ്ലാന്റ്സിലും ഹ്യൂമൻ ബീയിങ്സിലും ഉണ്ട്. ഇതാണ് റീപ്രൊഡക്ഷൻ ഒക്കെ കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മെമ്മറിയുടെ ഒരു ഫേസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ സൈക്കിക് നീമാണ്. അത് പ്ലാന്റ്സിലില്ല, പക്ഷെ അനിമൽസിലും മറ്റ് ഹ്യൂമൻ ബീയിങ്സിലുണ്ട്. അനിമൽസിൽ ഇതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന പൊട്ടൻഷ്യലാണ് ഇൻസ്റ്റിങ്ക്റ്റ്. പൊട്ടൻഷ്യൽ എന്ന് തന്നെ പറയില്ല, ഇൻബോൺ പാറ്റേൺ അല്ലെങ്കിൽ ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയും. ഹ്യൂമൻസിൽ അതിനെ പൊട്ടൻഷ്യൽ എന്ന് പറയും. ഈ മെമ്മറിയുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നത് കഴിവുകൾ. അത് എല്ലാ മനുഷ്യരിലും എല്ലാ ജീവജാലങ്ങളിലും വ്യത്യാസമാണല്ലോ അല്ലെ? കാരണം ഇപ്പോ ഫിഷിന്റെ ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞാൽ അതിന് വെള്ളത്തിലാണ് അതിന് ജീവിക്കാൻ പറ്റുള്ളൂ. അതിനിങ്ങനെ സ്വിം ചെയ്ത് നടക്കാം വെള്ളത്തിലൂടെ. പിന്നെ അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. പിന്നെ പല ഫിഷിനും ഈ എനിമീസിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നാച്ചുറൽ ആയിട്ട് പല പ്രത്യേകതകൾ ഉണ്ടായിരിക്കും. അങ്ങനെയൊക്കെ നമ്മൾ പറയും. പിന്നെ അനിമൽസിന്റെ കാര്യം നോക്കുവാണെങ്കിൽ എന്താ പറയാ, ഈ ചീറ്റ, ഡീർ അങ്ങനെയുള്ളതൊക്കെ ഭയങ്കര സ്പീഡ് ഉള്ളതാണ്. അപ്പൊ എനിമീസ് വരുമ്പോൾ അവർക്ക് ഓടി രക്ഷപ്പെടാനായിട്ട് പറ്റും. പിന്നെ വേറെന്താ, ജിറാഫ്, നല്ല നീളം കൂടിയ കഴുത്ത്. അപ്പൊ അതിന്റെ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് അതാണ്. കാരണം ജിറാഫിന് നിറയെ ഇലകളാണ് ജിറാഫ് ഭക്ഷിക്കുന്നത്. അപ്പൊ അത്രയും ടോപ്പിലാണ് നമുക്ക് നല്ല ടെൻഡർ തളയില്ലെന്ന് കിട്ടുന്നത്. അത് കഴിക്കാൻ പാകത്തിന് അതിന്റെ ബോഡിയെ അങ്ങനെ ആക്കി വെച്ചിരിക്കുന്നു. നാച്ചുറൽ ആയിട്ടുള്ള അതിന്റെ ഒരു പൊട്ടൻഷ്യൽ അതാണ്. പിന്നെ വേറെന്താ പറയാ, ക്യാമൽ, ഒട്ടകം അല്ലെ? അത് ഡെസേർട്ടിലാണുള്ളത്. ദിവസങ്ങളോളം വെള്ളമില്ലാതെ ജീവിക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു കഴിവ് അതിനുണ്ട്. അതിന്റെ ആ ഒരു ബാക്കില് ഹഞ്ച് പോലെ വരുന്ന ഭാഗത്ത് വാട്ടർ കണ്ടന്റ് ആ ഒരു രീതിയിൽ ബോഡീനെ ഹൈഡ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ക്യാമൽ. പിന്നെ നമ്മൾ വേറെ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? യെസ്, കാങ്ക്രൂ അല്ലെ? കാങ്ക്രൂ അതിനിങ്ങനെ അതിന് ഓടാൻ പറ്റില്ല. അതിന്റെ ബോഡി ചാടി പോകുന്ന രീതിയിലാണ്. കാരണം അതിന്റെ ബോഡിയുടെ കുറച്ച് ഭാഗം നിലത്ത് കൂട്ടും ഓടുവാണെങ്കിൽ. നോർമൽ ഓട്ടമാണെങ്കിൽ ചാടിപ്പോവും. പിന്നെ അതുപോലെ ഒരു സാക്ക് ഉണ്ട് കുട്ടിയെ അതിനകത്ത് പ്രൊട്ടക്ട് ചെയ്ത് വെക്കാനായിട്ട്. അങ്ങനെ ഓരോ അനിമൽസിലും ഓരോ രീതിയിലുള്ള ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. നമ്മള് പീകോക്കിനെ നോക്കുവാണെങ്കിൽ പീകോക്കിന് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫെതേഴ്സ് ഉണ്ട്. ബട്ടർഫ്ലൈ നോക്കുവാണെങ്കിൽ ബ്യൂട്ടിഫുൾ വിങ്സ് ഉണ്ട്. പിന്നെ ബട്ടർഫ്ലൈയുടെ ആ ഫോർമേഷൻ തന്നെ വളരെ സ്ട്രഗിളിലൂടെയാണ്. അപ്പൊ അതൊക്കെ അതിന്റെയൊക്കെ പൊട്ടൻഷ്യൽസ് ആണ് അല്ലെ? പിന്നെ ഡോഗ് എന്ന് പറയുമ്പോൾ ഡോഗ് നല്ലപോലെ സ്മെൽ ചെയ്യാനുള്ള ആ ഒരു സെൻസ് കൂടുതലാണ്. ഓരോ അനിമൽസിനും ഈ ഒരു തരത്തിലുള്ള ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്. ഫസ്റ്റ് നമുക്ക് സൈക്കിക് മെമ്മറി, ഫിസിക് മെമ്മറി ആയിരുന്നു. അത് റീപ്രൊഡക്ഷനുമായിട്ട് കണക്റ്റഡ് ആണ്. സെക്കൻഡ് വൺ സൈക്കിക് മെമ്മറിയാണ്. അത് നമ്മളുടെ പൊട്ടൻഷ്യൽ, നമ്മളുടെ കഴിവ്,
അതുപോലെ ഹ്യൂമൻസിനും അത് തന്നെ. എല്ലാ മനുഷ്യർക്കും ഒരേപോലുള്ള പൊട്ടൻഷ്യൽ ആയിരിക്കില്ലല്ലോ. ഒരാൾക്ക് ചിലപ്പോൾ നല്ല പോലെ ഓടാനുള്ള കഴിവായിരിക്കും, ചില ആൾക്ക് നല്ല പോലെ ലോജിക്കലി കാര്യങ്ങൾ അനലൈസ് ചെയ്യാനുള്ള കഴിവായിരിക്കും, ചില ആളുകൾക്ക് നല്ലപോലെ പടം വരയ്ക്കാനുള്ള കഴിവുണ്ടായിരിക്കും, ചിലർക്ക് നല്ല രീതിയിൽ വിഷ്വലൈസ് ചെയ്യാനുള്ള കഴിവുണ്ടാവും, നല്ല ക്രിയേറ്റിവിറ്റി ഉള്ള ആളുകൾ ഉണ്ടായിരിക്കും, ആർട്ടിസ്റ്റ് ആ ഒരു രീതിയിൽ പോകും, ചില അത്ലറ്റ്സ് ആ ഒരു രീതിയായിരിക്കും. അപ്പം ഇത് അതിനെ മനുഷ്യനുള്ളതിനെയാണ് പറയുന്നത്. ആ ഇൻബോൺ പാറ്റേൺ പറയുന്ന പേരാണ് നെബുലെ. പൊട്ടൻഷ്യൽ ആണ് അതിനെ ഡോക്ടർ മോണ്ടിസോറി വിളിച്ച പേരാണ് നെബുലെ എന്നത്. ഏകദേശം ഒരു കണക്ഷൻ കിട്ടി നമുക്ക് വിചാരിക്കണം. ഓക്കെ ആണോ? ഹോമൻ, നീമി, നെബുലെ. പിന്നെ ഈ ഒരു നമ്മളുടെ ഒരു ഇൻസ്റ്റിങ്ക്ട്, ഈ ഒരു പൊട്ടൻഷ്യൽ ആണ് നമ്മളെ പല സിറ്റുവേഷനുമായിട്ട് അഡാപ്റ്റഡ് ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു കേട്ടുള്ള അറിവേ ഉള്ളൂ, ഡിനോസേഴ്സിനൊക്കെ വംശനാശം സംഭവിച്ചു അല്ലെ. കാരണം വളരെ വർഷങ്ങൾക്ക് മുമ്പ് പല എറയുണ്ടായിരുന്നു, അതായത് ഐസേജ് വന്നപ്പോ, അതായത് ഭയങ്കര തണുപ്പ്, ഭീകരമായ ഒരു കൊടും തണുപ്പ് വന്ന സമയത്ത് ഈ ഡിനോസേഴ്സിന് ആ ഒരു കണ്ടീഷനുമായിട്ട് അഡാപ്റ്റഡ് ആകാൻ പറ്റിയില്ല. അവരുടെ പൊട്ടൻഷ്യൽ അതിന് ആ രീതിയിൽ ഡെവലപ്പ് ആയില്ലായിരുന്നു. അങ്ങനെയാണ് അതുങ്ങളെല്ലാം നശിച്ചുപോയത്. പിന്നെ അതിനെ റീപ്ലേസ് ചെയ്ത് വന്ന മാമൽസിന് ആ ഒരു പൊട്ടൻഷ്യൽ ജനറേറ്റഡ് ആയി. ഏത് കാലാവസ്ഥയിലും അവർക്ക് അഡാപ്റ്റഡ് ആകാൻ പറ്റുന്ന രീതിയിലുള്ള റെപ്റ്റൈൽസ് ഫോം ചെയ്തു. നമ്മുടെ ലിസാർഡൊക്കെ ആ ഒരു വർഗത്തിൽപ്പെട്ട രീതിയിലായിരുന്നു. അപ്പൊ അതാണ് അഡാപ്റ്റേഷനുമായിട്ട് കണക്റ്റഡ് ആണ് നമ്മുടെ പൊട്ടൻഷ്യൽ. നമ്മളുടെ കഴിവുകൾ നമ്മളുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാനായിട്ട് നമ്മളെ ഫോം ചെയ്യും, കണ്ടീഷൻ ചെയ്യും. ഇതൊക്കെയാണ് ആ ഒരു കണക്ഷൻസ് വരുന്നത്. അപ്പൊ അങ്ങനെ ഈ ഡിനോസേഴ്സ് എല്ലാം ഐസേജ്, ഭയങ്കര തണുപ്പ്, അവർക്ക് ഒട്ടും അഡാപ്റ്റഡ് ആകാനായിട്ട് പറ്റിയില്ല. അങ്ങനെ അവയെല്ലാം ചത്തൊടുങ്ങി. അതിന് പകരം റീപ്ലേസ് ചെയ്ത് കുറച്ചുകൂടി അഡാപ്റ്റബിൾ ആയിട്ടുള്ള മാമൽസ് ആയിരുന്നു, സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറാൻ പറ്റുന്ന രീതിയിലുള്ള മാമൽസ് ആയിരുന്നു. പറയാൻ അന്റാർട്ടിക്ക ഭാഗങ്ങളിലൊക്കെ തണുപ്പിൽ ജീവിക്കുക, അത് സിറ്റുവേഷനുമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ പറ്റുന്ന മൃഗങ്ങളുണ്ട് അല്ലെ. ധ്രുവക്കരടി, വേറെ രണ്ട് സാധനങ്ങളൊക്കെ അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഉണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ ഈ ഒരു അഡാപ്റ്റേഷൻ, അതായത് നമുക്കിത് ജീനിലൂടെയാണ് കിട്ടുന്നത്. നമുക്കറിയാം, നമുക്ക് ജനറ്റിക് ആയിട്ട് കുറെ കാര്യങ്ങളുണ്ട്, ആ ജീനിലൂടെയാണ് ഈ ഒരു അഡാപ്റ്റേഷൻ കിട്ടുന്നത്. നമ്മൾ ചില കുട്ടികളിൽ തന്നെ, നമ്മുടെ ഫാമിലിയിൽ തന്നെയുള്ള അവനവന്റെ ആ ഒരു അച്ഛന്റെ ഒരു രീതിയാണ് അതിനനുസരിച്ച്, അല്ലെങ്കിൽ അമ്മയുടെ ഒരു രീതി, അല്ലെങ്കിൽ അമ്മയുടെ ഒരു ബ്രദർ ഉണ്ട്, അവന്റെ അമ്മാവിന്റെ ഒരു രീതിയിലാണ് ആ ഒരു ഇത്. ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു ഫാമിലിയിൽ അങ്ങനെ പറയുമായിരുന്നു കേട്ടോ. ഒരു എന്റെ അച്ഛൻ എന്ന് പറയുന്നത് ഒരു മാഷായിരുന്നു. ഈ മാഷ് വളരെ നിഷ്കളങ്കനായ സാധുവായിട്ടുള്ള ഒരു മാഷായിരുന്നു കേട്ടോ. എല്ലാവരും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള നല്ലൊരു പേഴ്സണാലിറ്റി ഉള്ള ഒരു മാഷ്. പക്ഷെ ദേഷ്യപ്പെട്ടിട്ടില്ല കുട്ടികളോട്, വളരെ സ്നേഹമായിട്ട് തന്നെ, കുട്ടികളോടൊന്നും മാത്രമല്ല ഏതൊരു മനുഷ്യനോടും വളരെ റെസ്പെക്റ്റോടുകൂടിയും സ്നേഹത്തോടുകൂടിയും പെരുമാറുന്ന മാഷ്. ഈ മാഷ്ട മക്കളെല്ലാം അങ്ങനെയായി. രണ്ടാൺമക്കളും ഒരു മോളും ഉണ്ടായിരുന്നു. അങ്ങനെയായി ഈ മോൾക്കുണ്ടായ മക്കളും ആ മാഷ്ട അതേ രീതി തന്നെയായിരുന്നു. ഈവൻ ആ മോളുടെ ഹസ്ബൻഡ് ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള ഒരാളായിരുന്നിട്ടും കൂടി കുട്ടികളിലേക്ക് ആ ഒരു ജീനിന്റെ എഫക്റ്റ് ഇമ്പാക്ട് വന്നില്ല. ഈ മാഷ്ട അതേപോലെ വളരെ സോഫ്റ്റ് ക്യാരക്ടറായിരുന്നു. ഫ്രം ജീൻസ് ആണ് നമുക്ക് നമ്മുടെ സ്വഭാവ സവിശേഷതകൾ, നമ്മുടെ ട്രെയ്റ്റ്സ്, നമ്മുടെ പേഴ്സണൽ ട്രെയ്റ്റ്സ്, സ്വഭാവ സവിശേഷതകളൊക്കെ കിട്ടുന്നതെന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ വിചാരിക്കും അതൊക്കെ എനിക്ക് മാറ്റാൻ പറ്റുമല്ലോ. യെസ്, തീർച്ചയായിട്ടും നമുക്ക് മാറ്റാൻ പറ്റും. ചില മോഡിഫിക്കേഷനും കണ്ടീഷൻ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് വളരെ ദേഷ്യമുള്ള ഒരു ക്യാരക്ടറാണ്, മേ ബി നമുക്ക് നമ്മുടെ അച്ഛൻ്റെ കിട്ടി അങ്ങനെ ഒരു ക്യാരക്ടർ, പെട്ടെന്ന് ദേഷ്യം വരുന്ന രീതിയിലുള്ള ക്യാരക്ടർ. അപ്പൊ നമ്മൾക്ക് ഒരു സെൻസ് വരുമ്പോൾ നമുക്ക് തോന്നുവാണ് ഈ ഒരു എന്റെ ഈ രീതി ശരിയല്ലല്ലോ, അത് ഒത്തിരി പേരെ ഹേർട്ട് ചെയ്യുന്നു, എനിക്ക് തന്നെ അതുകൊണ്ട് ബുദ്ധിമുട്ടാൻ വരുമ്പോൾ നമ്മൾ തന്നെ അതിനെ കണ്ടീഷൻ ചെയ്യുന്നുണ്ട്. ആ ഒരു കഴിവ് നമുക്കുണ്ട് അല്ലെ, അങ്ങനെ ഒരു കഴിവുണ്ട്. അത് വേറെ ലെവൽ കേട്ടോ. അതെന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡ് കൺട്രോൾ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ആ ഒരു മൈൻഡ് പവർ, മൈൻഡ് കൺട്രോൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്. എനിവേ, പിന്നെ നമ്മൾ അഡാപ്റ്റേഷന്റെ കാര്യം പറഞ്ഞു, ഇങ്ങനെ പൊരുത്തപ്പെടാനായിട്ട് സാധിക്കും. അത് നമ്മളുടെ പൊട്ടൻഷ്യലിനനുസരിച്ചാണ്. പിന്നെ ഈ അഡാപ്റ്റേഷൻ
പ്രായമായ ആൾക്കാരെക്കാളും ചെറിയ കുട്ടികളിലായിരിക്കും എളുപ്പം. ചെറുപ്പം തുടങ്ങി എന്തെന്നുള്ള ചുട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുന്ന പോലെ ചെറുപ്പം തുടങ്ങി നമ്മളുടെ സാഹചര്യങ്ങളുമായിട്ട് എൻവയോൺമെന്റൽ കണ്ടീഷൻസുമായിട്ട് അഡ്ജസ്റ്റഡ് ആയിട്ട് ജീവിക്കുവാണെങ്കിൽ ഇറ്റ്സ് വെരി ഈസി. വലുതായി കഴിഞ്ഞിട്ട് അയാളോട് ഇന്ന കാര്യത്തിന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇതൊക്കെയാണ് അതിന്റെ ഒരു കാര്യങ്ങൾ. അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ നെബുലി എന്നുള്ള വേർഡ് എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സ്പേസിൽ നമുക്ക് ബിഗ് ബാങ് തിയറിയുടെ ഒരു ഇതുണ്ടല്ലോ, അതായത് ക്രിയേഷൻ ഓഫ് ദ സ്റ്റാർസ്. ആ സ്റ്റാർസ് ഫോം ചെയ്യുന്നതിന് മുമ്പ് അവിടെ എവിടെയായിട്ട് നിറയെ ഈ കുറെ എനർജീസ് ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് കിടക്കുന്നുണ്ടായിരുന്നു. ഒരു പെട്ടെന്നൊരു പൊട്ടിത്തെറി വന്നു, പെട്ടെന്ന് തന്നെ വലിയൊരു രീതിയിൽ സൺ ഫോം ചെയ്തു, പിന്നെ ബാക്കി പ്ലാനറ്റ് സ്റ്റാർസ് അങ്ങനെ ഫോം ചെയ്തു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ഈ അവിടെ ഇങ്ങനെ ചിതറി കിടന്നിരുന്ന ഇതിനെയാണ് നെബുലി, അതിന് നെബുലി എന്നാണ് പറയുന്നത്. സ്പേസിൽ അതിന് നെബുലി എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഉള്ളില് പല പല പൊട്ടൻഷ്യൽസ് ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് കിടക്കുക. അപ്പൊ ഈ കുട്ടിക്ക് ഏത് ഏരിയയിലാണ് നല്ല പൊട്ടൻഷ്യൽ ഉള്ളതെന്ന് നമ്മൾ കണ്ടെത്തുവാണെങ്കിൽ, ഇപ്പൊ ആസ് എ ടീച്ചർ നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ നമുക്ക് അവരെ ഗൈഡ് ചെയ്യാനായിട്ട് പറ്റും. അതൊരു എക്സ്റ്റേണൽ സപ്പോർട്ടാണ്. ആ കുട്ടിയുടെ ഉള്ളിൽ നിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്ന ഹോം ഓൾറെഡി ഉണ്ട്. ഹോമിന്റെ അസിസ്റ്റന്റ് ആയിട്ട് നീമിയുണ്ട്. ഈ കുട്ടിക്ക് ഈ പൊട്ടൻഷ്യൽ ഉണ്ട്, ഇവരെ ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ഇവൻ നന്നായി വരുന്നുള്ളത്. നമ്മൾ അതിന്റെ എക്സാമ്പിൾസ് ചിലപ്പോ പല മൂവീസിലും അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ വന്ന പല കുട്ടികളിലും നമുക്ക് കാണാനായിട്ട് ചിലപ്പോൾ സാധിച്ചിട്ടുണ്ടായിരിക്കും. ചില കുട്ടികൾ ലാംഗ്വേജിനേക്കാളും കൂടുതൽ അവരുടെ ആക്ടിവിറ്റീസ്, അവരുടെ ബോഡി എന്താ പറയാ, അതിന്റെ ഒരു ഇന്റലിജൻസ് ആയിരിക്കും. ഡാൻസ് അല്ലെങ്കിൽ മാർഷൽ ആർട്സ്, അങ്ങനെ ബോഡി മൂവ്മെന്റ്സ് കൊണ്ട്, അല്ലെങ്കിൽ ഡ്രാമ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ. കാരണം അവര് സംസാരത്തിലൂടെ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നതിനേക്കാൾ കൂടുതൽ അവരവരുടെ എക്സ്പ്രഷനിലൂടെ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ആ ബോഡി വച്ചിട്ടുള്ള പല ആക്ടിവിറ്റീസ് ആയിരിക്കും ആ കുട്ടിക്ക് പറ്റുന്നതായിട്ട് വരുന്നത്. ചില കുട്ടികൾ തന്നെ ഇരുന്ന പല ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പൊ അവരെ സംബന്ധിച്ച് അവർക്ക് ആ ഒരു റീസണിങ്, ലോജിക്കൽ തിങ്കിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ കുട്ടികൾക്ക് വരുന്നത്. അപ്പൊ നമ്മളുടെ ഈ പൊട്ടൻഷ്യൽ ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് കിടക്കുക. ഹൈ ആയിട്ട് ചിലപ്പോ ചില കുട്ടികൾക്ക് പാട്ട് പാടുക എന്നുള്ളതൊരു കഴിവാണല്ലോ. പാട്ടുണ്ടായിരിക്കും. ആ കുട്ടിക്ക് തന്നെ ചിലപ്പോ ഡാൻസ് ഉണ്ടാവുമായിരിക്കും. ആ കുട്ടി തന്നെ നല്ല പോലെ പഠിക്കുമായിരിക്കും. മാത്സ് ഒക്കെ നല്ല പോലെ ഹാൻഡിൽ ചെയ്യുന്ന കുട്ടിയായിരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ എപ്പോഴും ആ കുട്ടിയെ ഒരു കരിയറിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ആ കുട്ടിയെ പാട്ട് പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ ഡാൻസ് പഠിപ്പിക്കുകയോ ചെയ്യുന്നതിനേക്കാളും പ്രൊമനന്റ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഒരു സയന്റിസ്റ്റോ എഞ്ചിനീയറോ അല്ലെങ്കിൽ അങ്ങനെ ഒരു മാത്സിൽ ഒരു പ്രൊഫസറോ ലെക്ചറോ എന്തെങ്കിലും ആവാനുള്ള ഒരു കഴിവുണ്ടാവുമായിരിക്കും അല്ലെ. അപ്പൊ ആ രീതിയിൽ ആ കുട്ടിയെ നമ്മൾ ഡയറക്ട് ചെയ്ത് കൊണ്ടുപോകും. അങ്ങനെയാണ് നമ്മൾ കുട്ടികളുടെ പൊട്ടൻഷ്യൽ തിരിച്ചറിഞ്ഞ് അവരെ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇതെല്ലാം ഈ ഒരു നെബുലയുമായിട്ട്, അതായത് പൊട്ടൻഷ്യലുമായിട്ട് കണക്റ്റഡ് ആണ്. ഹ്യൂമൻ ബീയിങ്സില്, അനിമൽസിൽ അതിനെ ഇൻസ്റ്റിങ്ക്ട് എന്ന് പറഞ്ഞപ്പോ, അതായത് ഇൻബോൺ പാറ്റേണിനെ ഇൻസ്റ്റിങ്ക്ട് എന്ന് പറഞ്ഞപ്പോ, ഹ്യൂമൻസിൽ ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റിന് പകരം ആ ഒരു ഇൻബോൺ പാറ്റേണിന് പറഞ്ഞ പേരാണ് പൊട്ടൻഷ്യൽ. അത് നമ്മൾ നോർമലി കാഷ്വലി ഉപയോഗിക്കുന്ന വേർഡാണ് പൊട്ടൻഷ്യൽ. എന്റെ പൊട്ടൻഷ്യൽ അനുസരിച്ച് കപ്പാസിറ്റി നമ്മൾ കുറച്ചുകൂടെ ലളിതമായിട്ട് പറയും. ഡോക്ടർ മോണ്ടിസോറി അതിനെ വിളിച്ചതാണ് നെബുലി. ഇത്രയേ ഉള്ളൂ മോണ്ടിസോറി ടേം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ മനുഷ്യനിലുള്ള പൊട്ടൻഷ്യലിനെ ഡോക്ടർ മോണ്ടിസോറി നെബുലി എന്ന് വിളിച്ചു. അത് നെബുലി എന്ന് വിളിക്കാൻ കാരണം നമ്മളുടെ ഗാലക്സിയിൽ അവിടെ ഇവിടെയായിട്ട് കുറെ എനർജീസ് ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് കിടക്കുന്നുണ്ട്. സ്റ്റാർസ് ഒക്കെ ഫോം ചെയ്യുന്നതിന് മുമ്പ് അതെല്ലാം കൂടെ ഒരു പൊട്ടിത്തെറി സംഭവിച്ചു പെട്ടെന്ന് തന്നെ യോജിച്ച് വലിയൊരു എനർജി സോഴ്സ് ആയിട്ട് മാറുന്നു. അപ്പൊ അതുപോലെ തന്നെയാണ് മനുഷ്യരിലും ഇതുപോലുള്ള പൊട്ടൻഷ്യൽ കിടക്കുന്നത്. അതിനെ കറക്റ്റ് ആയിട്ട് കണ്ടെത്തി അവരെ ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതുകൊണ്ടാണ് അതിനെ നെബുലി എന്ന് വിളിച്ചത്. ഓക്കെ, നമുക്കറിയാം കുട്ടികൾ ലാംഗ്വേജ് പഠിക്കുന്നത് ജനിക്കുമ്പോ തന്നെ നമ്മളെപ്പോഴും തമാശയായിട്ട് പറയുമല്ലോ, പ്രസവിച്ച ഉടനെ തന്നെ സംസാരിക്കാൻ പഠിച്ചാണല്ലോ ഞാൻ ഇറങ്ങുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറയുമല്ലോ. അല്ലെങ്കിൽ കുക്ക് ചെയ്യാൻ പഠിച്ചിട്ടാണല്ലോ ഇറങ്ങുന്നതെന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും സിറ്റുവേഷന്റെ കളിയാക്കുമ്പോൾ പറയുന്നത് അങ്ങനെയാണല്ലേ, ഞാൻ ജനിച്ചപ്പോ തുടങ്ങി കുക്ക് ചെയ്യുവാണല്ലോ അങ്ങനെ. അപ്പൊ അതുപോലെ തന്നെയാണ് കുട്ടികൾ ജനിക്കുമ്പോ തന്നെ അവർക്കൊരു പ്രീ ഡിസൈൻ ലാംഗ്വേജ് ഒന്നുമില്ല.
അവരവരുടെ ചുറ്റുപാടിലുള്ള ആൾക്കാർ സംസാരിക്കുന്നത് കേട്ട് അങ്ങനെ അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്താണ് അവരിൽ ഫോം ചെയ്യുവാണ് ലാംഗ്വേജ് അല്ലെ. അപ്പൊ ആ ഒരു പൊട്ടൻഷ്യൽ ഫോം ചെയ്യുവാണ്. അതൊക്കെ ഫോം ചെയ്തു വരുന്ന, പക്ഷെ അവരുടെ ഉള്ളിലുണ്ട് ഇത് പഠിക്കാനുള്ള കഴിവ്, ലാംഗ്വേജ് ഉണ്ടാകാനുള്ള കഴിവ് അവരുടെ ഉള്ളിലുണ്ട്. അതിന് ഗൈഡ് ചെയ്യുക. അപ്പൊ ഹോം അതിനെ ഫോഴ്സ് ചെയ്യിക്കുന്നു. പറയും. കാരണം ഇവന് സംസാരിക്കാനുള്ള കഴിവുണ്ട്. അത് നീമി ഓർമ്മപ്പെടുത്തുമ്പോൾ ഹോം പുഷ് ചെയ്യുമ്പോൾ കുട്ടികളുടെ വായിലൂടെ പല വാക്കുകളും വരും. അവർ കേട്ടതും അവര് റിപ്പീറ്റഡ് ആയിട്ട് കേട്ടത് അവർക്കറിയാവുന്ന പോലെ അവരോട് പറഞ്ഞു തുടങ്ങും. പിന്നെ അങ്ങനെ പതുക്കെ ഒരു ഏജ് എത്തുമ്പോൾ അവരുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്ത് വരും. അങ്ങനെ ലാംഗ്വേജ് ഡെവലപ്പ് ആയിട്ട് വരുന്നു. അപ്പൊ കുട്ടിക്ക് അറിയാം. അപ്പൊ മലയാളമാണെങ്കിൽ അത് നല്ലപോലെ അറിയാം. പിന്നെ രണ്ടാമതൊരു ലാംഗ്വേജ് പഠിക്കുമെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പഠിച്ചതുപോലെ അത്ര ഈസി ആയിട്ട് കുട്ടിക്ക് ലേൺ ചെയ്യാൻ പറ്റില്ല. അതാണ് ശരിക്കും പറഞ്ഞാൽ മലയാളം പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടഫ്. വേൾഡിലെ ടഫസ്റ്റ് ലാംഗ്വേജിൽ സെക്കൻഡ് എത്തോ മറ്റുമാണ് മലയാളം. ഫസ്റ്റ് ചൈനീസ് ആണെങ്കിൽ ബാക്കി ഭാഷകളൊക്കെ എളുപ്പമാണ്, പെട്ടെന്ന് പഠിക്കാന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ വൺസ് ഒരു ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമുക്ക് പ്രാക്ടീസ് തന്നെ വേണം, കൂടുതൽ ടൈം എഫേർട്ട് എടുത്തിട്ട്. അപ്പൊ നമ്മൾ സ്കൂളിൽ നമ്മൾ ഇംഗ്ലീഷും ഹിന്ദി പഠിക്കുന്നത് കൊണ്ട് നമുക്ക് അതിനെപ്പറ്റി നമ്മൾ അവെയർ ആയിരിക്കും. ഒരു ഫോറിൻ ലാംഗ്വേജ് പഠിക്കാൻ നമ്മൾ മാക്സിമം പിന്നെ എഫേർട്ട് എടുക്കണം. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചാണ് നമ്മൾ ആ എഫേർട്ട് എടുക്കുന്നത്. ചിലര് പകുതിക്ക് വെച്ച് അയ്യോ എന്നെ കൊണ്ട് ജർമ്മൻ പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മാറ്റിട്ടു, എന്നെ കൊണ്ട് ഫ്രഞ്ച് പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നിർത്തിയിട്ട് പോകും അല്ലെ. അപ്പൊ അതും നമ്മുടെ പൊട്ടൻഷ്യലാണ്. പഠിക്കുക എന്നുള്ളത് ഒരു പൊട്ടൻഷ്യലാണല്ലോ. എന്തെങ്കിലും ഒരു കാര്യങ്ങൾ, പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്യാന്നുള്ളത് അത് എല്ലാ മനുഷ്യരിലും ഉണ്ടാവണമെന്നില്ല. അത് ആ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ മാത്രമാണ് പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം ആളുകള് ഈ ഹ്യൂമൻ ബീയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ബോൺ വിത്ത് ഇൻസ്റ്റിങ്ക്റ്റ്. മൃഗങ്ങളിലെ പോലെ മെച്യൂർ ആയിട്ടുള്ള ഇൻബോൺ പാറ്റേൺസ്, അതായത് അനിമൽസിൽ പെട്ടെന്ന് തന്നെ ആ ഇൻസ്റ്റിങ്ക്റ്റ് ഡെവലപ്പ് ആവുകയാണ്. പക്ഷെ മനുഷ്യരിൽ അങ്ങനെ ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഇല്ല. പക്ഷെ അതിന് പകരം അവർക്ക് ഈ പൊട്ടൻഷ്യലാണ്, നെബുലയാണ് ഉള്ളത്. അത് പിന്നെ ഫോം ചെയ്ത് വരുവാണ്. അതിന് ടൈം എടുക്കും. അതാണ് മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം. മനുഷ്യർക്ക് എൻലെസ് കേപ്പബിലിറ്റീസ് ആണ്. മൃഗങ്ങൾക്ക് വൺസ് ഡെവലപ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ കൂടുതലായിട്ടൊന്നും അതിൽ ഡെവലപ്പ് ആകാനില്ല. നമുക്കറിയാം അവരുടെ കഴിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജനിച്ച ഉടനെ ഡെവലപ്പ് ആകുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഒന്നും അവർക്ക് കൂടില്ല. അവർക്ക് സംസാരിക്കാൻ അറിയില്ല, അവർക്ക് പുതിയ പുതിയ സാധനങ്ങൾ ഉണ്ടാക്കാൻ അറിയില്ല. അങ്ങനെ ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റിയിലൊന്നും മൃഗങ്ങൾക്കൊന്നും ചെയ്യാൻ അറിയില്ല. ആകെ ചില ബേർഡ്സും അനിമൽസും അവരുടെ ഷെൽട്ടർ ഉണ്ടാക്കും. അവർ ക്രിയേറ്റിവിറ്റി വരുന്ന ആ ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ച് അവരുടെ കേപ്പബിലിറ്റീസ് അതിനും അപ്പുറത്താണ്. അതിനൊരു എൻഡില്ല, എൻഡ്ലെസ് ആണ് കേപ്പബിലിറ്റീസ്. അതൊക്കെയാണ് മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പൊ ഡെവലപ്മെന്റും അഡാപ്റ്റേഷനും എല്ലാം ഇവരുടെ ഈ കേപ്പബിലിറ്റീസുമായിട്ട് കണക്റ്റഡ് ആണ്. മാൻ ഈസ് ബോൺ ഫ്രീ. അതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. എന്നുവെച്ചാൽ ഞാൻ എക്സാമിന് പലപ്പോഴും ചോദിക്കാറുണ്ട് മാൻ ഈസ് ബോൺ അറ്റാച്ച്ഡ് പോലെ. അങ്ങനെ ത്രൂ എക്സ്പീരിയൻസസ് ഈ ഓൺ ഇൻസ്റ്റിങ്ക്റ്റ്, ഉള്ളിലുള്ള പൊട്ടൻഷ്യലിനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് ത്രൂ എക്സ്പീരിയൻസ് ആണ്. ലാംഗ്വേജ് ഫോം ചെയ്യുന്നത്, അതുപോലെ തന്നെ ക്രിയേറ്റിവിറ്റി ഫോം ചെയ്യുന്നത്. നമ്മൾക്ക് അറിയാം ചില ആളുകൾക്ക് സ്കില്ലും ടാലന്റും, ചില ആളുകൾക്ക് ജന്മനാ കഴിവുണ്ട്, നമ്മളതിനെ ടാലന്റ് എന്ന് പറയും. ചില ആളുകൾ ഹാർഡ് വർക്കിലൂടെ കാര്യങ്ങൾ ചെയ്യും, അത് സ്കില്ലാണ്. ആണ് ആ ഒരു വ്യത്യാസം. ഇപ്പൊ മമ്മൂട്ടി, മോഹൻലാൽ എന്ന് പറയുന്ന പോലെ മോഹൻലാൽ ഒരു ബോൺ ആക്ടറാണ്. അദ്ദേഹം ടാലന്റഡ് ആണ്, ജന്മനാ കഴിവുണ്ട്. അതേസമയം മമ്മൂട്ടിയാണെങ്കിൽ ഹാർഡ് വർക്കിലൂടെ ഒരു മികച്ച നടനായ ആളാണ്. സോ ദാറ്റ് മീൻസ് ഒരു സ്റ്റെപ്പ് മോളിൽ മമ്മൂട്ടി തന്നെയാണെന്ന് പറയാനായിട്ട് പറ്റും. കാരണം വെച്ചാൽ അദ്ദേഹം അത്രയും ഹാർഡ് വർക്ക് ചെയ്തു. അദ്ദേഹത്തിന്റെ പൊട്ടൻഷ്യൽ അദ്ദേഹം മാക്സിമം, കപ്പാസിറ്റി, കേപ്പബിലിറ്റീസ് മാക്സിമം യൂസ് ചെയ്യും. എനിബഡി ക്യാൻ ഡു ദാറ്റ്. ഇൻബോൺ ആയിട്ട് ടാലന്റ് ഉള്ള ആളെന്ന് വെച്ചാൽ അയാൾക്ക് ഇൻബോൺ ആയിട്ട് ടാലന്റ് ഉണ്ട്, അവസരങ്ങൾ കിട്ടുമ്പോൾ അയാൾ ഷൈൻ ചെയ്യും. പക്ഷെ അങ്ങനെ ഇല്ലാത്ത ഒരാള് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഹാർഡ്. അതുകൊണ്ടാണ് എൻഡ്ലെസ് കേപ്പബിലിറ്റീസ് ആണ് മനുഷ്യനുള്ളത് എന്ന് പറയുന്നത്. സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ട സ്വന്തം ഡെവലപ്മെന്റ്, ആ ഒരു
വർക്ക്ഔട്ട് ചെയ്തെല്ലാം കറക്റ്റ് ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ മനുഷ്യന്റെ കേപ്പബിലിറ്റി തന്നെയാണ്. ഇതൊക്കെയാണ് അതിനകത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങള്. വേറെന്താ അതൊന്നും പറയാനില്ല എന്നാണ്. അപ്പൊ നെബുല ഇങ്ങനെ ഗാലക്സിയിൽ എങ്ങനെയാണോ അതുമായിട്ട് മനുഷ്യന്റെ ഉള്ളിലുള്ള പൊട്ടൻഷ്യലിനെ കമ്പയർ ചെയ്തിരിക്കുന്നു ഡോക്ടർ മോണ്ടസോറി. അതാണ് അവിടെ പറയുന്നത്. പിന്നെ നമുക്കറിയാം നമ്മളുടെ മെമ്മറി കോൺഷ്യസും അൺകോൺഷ്യസും ആണെന്ന് നമ്മൾ പറഞ്ഞു. കോൺഷ്യസ് ആകുക എന്ന് പറഞ്ഞാൽ മെമ്മറി നല്ല ഷാർപ്പ് ആകുക എന്നുള്ളതാണ് അതിന്റെ മീനിങ്. കാരണം നമുക്ക് നല്ല ഓർമ്മയുണ്ടായിരിക്കും ആ ഒരു ടൈമിലെ എല്ലാ കാര്യങ്ങളും നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും. നമ്മൾ പുതിയൊരു കാര്യം പഠിക്കുമ്പോൾ അത് നോളജ് ആയിട്ട് നമ്മുടെ ഉള്ളിൽ സ്റ്റോർ ആക്കുന്നത് ഈ കോൺഷ്യസ് മെമ്മറി ആകുമ്പോഴാണ്. പിന്നെ പക്ഷേ നമ്മൾ അൺകോൺഷ്യസ് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇങ്ങനെ ഫിൽ ആയിരിക്കും. സബ് കോൺഷ്യസ് മൈൻഡ് ആണ് കൂടുതൽ പവർഫുൾ ദാൻ കോൺഷ്യസ് മൈൻഡ്. അതായത് നമ്മൾ ബോധത്തോടെ ഇരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ആക്ഷൻസ് ഒക്കെ നമുക്ക് അതിനെക്കുറിച്ച് ഒരു ധാരണ നമുക്കുണ്ട് അല്ലെ. പക്ഷെ നമ്മൾ ബോധമില്ലാതിരിക്കും. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ഈ സബ് കോൺഷ്യസ് മൈൻഡ് വളരെ ആക്റ്റീവ് ആയിരിക്കും. 24 hours വർക്ക് ചെയ്യുന്ന ഒരു ഫാക്ടറി പോലെയാണ് സബ് കോൺഷ്യസ് മൈൻഡ്. അപ്പൊ നമ്മൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എന്ത് കൊടുക്കുന്നു അതിന്റെ റിഫ്ലക്ഷൻസ് ആയിരിക്കും നമ്മളിൽ ഉണ്ടാവുക. എന്നെ കൊണ്ട് ഇത് പഠിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് ഫില്ലായി കഴിഞ്ഞു. എന്നെ കൊണ്ട് ഇത് പഠിക്കാൻ പറ്റില്ല, എന്നെ കൊണ്ട് ഈ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല, എന്നെ കൊണ്ട് സ്റ്റോറി റൈംസ് എഴുതാൻ പറ്റില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സബ് കോൺഷ്യസ് മൈൻഡ് അതിങ്ങനെ സ്ട്രോങ് ആയിട്ട് കിടക്കുക. അപ്പൊ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ വിചാരിക്കുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളെ വലിക്കും. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ നമ്മുടെ മനസ്സിൽ എന്നെ കൊണ്ട് ഇത് പറ്റില്ല എന്നുള്ളത്. സോ സബ് കോൺഷ്യസ് മൈൻഡ് അതിനനുസരിച്ച് നമ്മളെ കൊണ്ട് ചെയ്യിക്കില്ല. നമ്മളിങ്ങനെ പുറകോട്ട് വലിച്ചുകൊണ്ടേയിരിക്കും നമ്മൾ ചെയ്യാൻ തുടങ്ങും. അതേസമയം യെസ് ഐ ക്യാൻ ഡു ദിസ് എന്നാണ് പറയുന്നതെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് ഡെഫിനറ്റ്ലി നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകും. അത് ശരിക്കും ഹോം ഫോഴ്സ് ചെയ്യുക അല്ലെ. പിന്നെ നമുക്കറിയാം നമ്മൾ ടൂർ പോകാനായിട്ട് നമുക്ക് രാവിലെ പോകണം. എത്ര മണിക്ക് എണീറ്റാലാണ് നമുക്ക് എല്ലാം സെറ്റ് ചെയ്ത് വണ്ടിയിൽ കറക്റ്റ് സമയത്ത് അലാം പോലും വെക്കാൻ നമ്മൾ എണീക്കും. കാരണം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അവിടെ റെഡിയാണ്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അതുണ്ട്, ഞാൻ ഇത്ര മണിക്ക് എനിക്ക് എണീക്കണം എന്നുള്ളത്. കൊച്ചു കുട്ടികൾക്ക് വരെ നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. സ്കൂളിൽ പോകാൻ ആരും ചിലപ്പോൾ എണീക്കില്ലായിരിക്കും. പക്ഷെ ടൂർ പോകണം എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് അത്ര പവർ ഉണ്ട്. നമ്മളെ ഡ്രൈവ് ചെയ്യുക ശരിക്കും സബ് കോൺഷ്യസ് മൈൻഡ്. എനിക്ക് ഡാൻസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണോ. പക്ഷെ ഞാനിങ്ങനെ എന്നെ പറഞ്ഞങ്ങ് പഠിപ്പിച്ചേക്കുക. എന്റെ ബോഡി ഒട്ടും ഫ്ലെക്സിബിൾ അല്ല, എനിക്ക് ഡാൻസ് ചെയ്യാൻ പറ്റില്ല. സോ ഡെഫിനറ്റ്ലി ഒരു പാട്ട് കേൾക്കുമ്പോൾ എന്റെ മനസ്സ് കിടന്ന് താളം ചവിട്ടിയാലും ഞാൻ ഡാൻസ് ചെയ്യില്ല. അത്രയ്ക്ക് സ്ട്രോങ് ആയി കഴിഞ്ഞു ആ ഒരു ബിലീഫ്. അത് എന്റെ ഉള്ളിൽ നടന്നിരിക്കും. അപ്പം എനിക്ക് ആളുകൾ ഡാൻസ് ചെയ്യുമ്പോൾ അതൊക്കെ എന്റെ ഉള്ളിൽ ഇങ്ങനെ ആ താളം വരുന്നുണ്ടെങ്കിൽ പോലും എന്റെ ബോഡി ഒരിക്കലും മൂവ് ചെയ്യില്ല. അതിന്റെ കാരണം ഞാൻ ചെറുപ്പം തുടങ്ങി എന്റെ ഉള്ളിൽ ഫിൽ ചെയ്ത സ്ട്രോങ് ആയിട്ട് അതിങ്ങനെ കിടക്കുക. അതിനെയൊക്കെ ഒന്ന് റിലീവ് ചെയ്ത് നമ്മൾ എടുക്കുന്നത് നമ്മളെ സ്വയം ഹിപ്നോസിസ് ചെയ്യണം. അപ്പോഴാണ് നമുക്കത് ശരിയാവും. സെൽഫ് ഹിപ്നോസിസ് അതിലെനിക്ക് കുറെയൊക്കെ എനിക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റി. പക്ഷെ ഈ ഡാൻസിന്റെ കാര്യത്തിലൊന്നും പറ്റില്ല കേട്ടോ. കാരണം സെൽഫ് ഹിപ്നോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സെൽഫ് ഡൗട്ട് ഭയങ്കരമായിട്ടുണ്ടായിരുന്ന ഒരാളായിരുന്നു. പക്ഷെ എനിക്ക് എന്നെ തന്നെ വിശ്വാസമില്ല, ഞാൻ ചെയ്താൽ ശരിയാകും, ഞാൻ ചെയ്താൽ ശരിയാകും. എനിക്ക് എന്നെ ക്ലാസ് എടുക്കാനായിട്ട് പലരും വിളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. ഈ ക്ലാസ് ഞാൻ എടുത്താൽ ശരിയാവും. ഉടനെ തന്നെ ഞാൻ എന്ത് ചെയ്യും, എന്റെ ഫ്രണ്ടിനെ ഏൽപ്പിക്കും. അതൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു സെൽഫ് ഡൗട്ടാണ്. സെൽഫ് ഹിപ്നോസിസ് ചെയ്ത് ഞാനിപ്പോ ആ സെൽഫ് ഡൗട്ടൊക്കെ അങ്ങ് മാറ്റി നമ്മളെ തന്നെ അങ്ങ് ഷേപ്പ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അങ്ങനെ അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കില്ലേ, മറ്റുള്ളവർ എന്തെങ്കിലും വിചാരിക്കുമോ, ഞാൻ ഈ ഡ്രസ്സ് ഇട്ടാൽ മറ്റുള്ളവർ എന്തെങ്കിലും വിചാരിക്കുമോ, ഞാൻ ഈ ഷൂ ഇട്ടാൽ മറ്റുള്ളവർ എന്തെങ്കിലും വിചാരിക്കും. അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്കൊരു അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അതൊക്കെ പെട്ടെന്ന് മാറ്റാനായിട്ട് കഴിഞ്ഞു. അതൊക്കെ മോണ്ടിസോറി പഠിച്ചപ്പോ തന്നെ മാറിയായിരുന്നു. അങ്ങനെ ആ ഒരു നമ്മളുടെ മൈൻഡിനെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മളൊന്ന് കണ്ടീഷൻ ചെയ്യാൻ നമുക്ക് പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഈസി. നമുക്ക് പല കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ എന്തുകൊണ്ടാണ് സബ് കോൺഷ്യസ് മൈൻഡ് വളരെ പവർഫുൾ ആണെന്ന് പറയുന്നത്. കാരണം 24 മണിക്കൂറും വർക്ക് ചെയ്യുന്ന ഒരു ഫാക്ടറി എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ചു, അത്രയും ഒരു ട്രസ്റ്റും ഇല്ല. അതേസമയം നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ കോൺഷ്യസ് മൈൻഡ് അത് റെസ്റ്റ് ചെയ്യും. പക്ഷെ നമ്മുടെ ബോധം നമ്മൾ ഉറങ്ങുവാണല്ലോ.
നമ്മൾ ഉറങ്ങി എണീക്കുമ്പോഴല്ലേ നമ്മൾ ബോധം ആ സെൻസ് വരുന്നത്. അപ്പൊ കോൺഷ്യസ് മൈൻഡ് റെസ്റ്റ് ചെയ്യും. നമ്മൾ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കോൺഷ്യസ് മൈൻഡ് റെസ്റ്റ് ആയിരിക്കും, പക്ഷെ സബ് കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവ് ആയിരിക്കും. സബ്കോൺഷ്യസ് അപ്പൊ സബ് കോൺഷ്യസ് മൈൻഡിൽ ശരിക്കും കുറെ എക്സ്പീരിയൻസസിന്റെ ഒരു, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിന്നാണ്. അതിനകത്ത് നിറയെ സാധനങ്ങൾ നമ്മൾ തന്നെ ഇങ്ങനെ നിറച്ചു വെച്ചേക്കുക. നമ്മളുടെ കുറെ എക്സ്പീരിയൻസസ് ബേർത്ത് തുടങ്ങിയിട്ടുള്ള എല്ലാം അതിനകത്ത് ഉണ്ടാവും. പലപ്പോഴും നമ്മൾ സ്വപ്നം കാണുമ്പോൾ എന്തോ ഒരു സ്വപ്നം കണ്ടു, ഒരു ഓർമ്മയും കിട്ടുന്നില്ല എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് മോസ്റ്റ്ലി കണക്റ്റഡ് വിത്ത് സബ് കോൺഷ്യസ് മൈൻഡ്. അതിൽ കിടക്കുന്ന എന്തോ സാധനത്തിനായിരിക്കും നമ്മൾ സ്വപ്നം കണ്ടത്. ചില ആളുകൾക്ക് എത്ര പ്രായമായാലും ചെറിയ ചില സാധനങ്ങളോടെല്ലാം പേടിയുണ്ടായിരിക്കും. അതായത് ഇപ്പൊ പല്ലി, പാറ്റ, അങ്ങനത്തെ സാധനങ്ങളോടൊക്കെ പേടിയുള്ള ആൾക്കാരുണ്ടല്ലോ. അലറിപ്പോയി കാറിപ്പോയി കട്ടിലിന്റെ മുകളിലേക്ക് കയറി നിൽക്കുന്ന ഒരു രീതിയിൽ, അത് ചെറുപ്പത്തില് അവരുടെ ആ ഒരു പേടി വന്നതായിരിക്കും. പിന്നെ ഇടിമിന്നല്, അങ്ങനത്തെ അതൊക്കെ നമുക്ക് പേടിയുണ്ട്, പക്ഷെ എന്നാലും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. പേടിച്ച് നമ്മളൊരു മൂലയ്ക്ക് പേടിക്കുക അങ്ങനെയൊന്നും ചെയ്യാറില്ലല്ലോ. പിന്നെ ഒരു റൂമിൽ നിന്നും മറ്റൊരു റൂമിലേക്ക് പോകാനായിട്ട് അങ്ങനെ. അപ്പൊ എന്റെ ഹസ്ബൻഡ് പറഞ്ഞൊരു കാര്യമാണ്, ഹസ്ബൻഡിന് ഇത് നിലാവ് ഭയങ്കര പേടിയാണ്. പിന്നെ ഞാനിങ്ങനെ മനസ്സിലാലോചിക്കുന്നത് ഭയങ്കര രസമുള്ളൊരു സിറ്റുവേഷനാണ് ഈ നിലാവ് എന്ന് പറയുന്നത് അല്ലെ. നല്ല വെളിച്ചം, ഒരു പ്രത്യേകതയാണല്ലോ. ഈ കവികളൊക്കെ റൊമാൻറ്റിക് ആയിട്ട് സോങ്സ് ഒക്കെ എഴുതിയേക്കുന്നത് നിലാവിനെ കുറിച്ചൊക്കെയാണല്ലോ. ഈ മൂവീസിലും എന്താ പറയാ, കാമുകന്മാർ അല്ലെങ്കിൽ ഭാര്യാഭർത്താക്കന്മാര് നിലാവിൽ അവിടേക്ക് ഇരുന്ന് പാട്ട് പാടുന്നൊക്കെ സീൻസ് ആണല്ലോ നമ്മൾ കാണാൻ. അപ്പൊ ആദ്യം കേട്ടപ്പോ എനിക്കൊരു ചിരി വന്നു. പിന്നെ ഞാനും ശരിയായിരിക്കും, കാരണം ഓരോ മനുഷ്യരുടെയും പേടി അവരുടെ പേടിയാണല്ലോ. ഇങ്ങനെ ഞാൻ കൂടുതലൊന്നും ചോദിച്ചില്ല എന്താ കാരണം എന്ന് ചോദിച്ചപ്പോ എനിക്കത് അറിയില്ല. എനിക്ക് ചെറുപ്പം തുടങ്ങി നിലാവ് പേടിയാണ്. അപ്പൊ ഇങ്ങനെ ഞാൻ എനിക്ക് ആലോചിച്ചപ്പോ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ നിലാവുള്ള സമയത്താണ് നിഴല് കൂടുതൽ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വാഴയുടെ ഒക്കെ ഇല ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പേടിച്ചു. നിഴലിനൊരു പ്രത്യേകതയാണ് നിലാവുള്ള സമയത്ത്. മേ ബി അങ്ങനെ എന്തെങ്കിലും കണ്ട് പേടിച്ചിട്ടുണ്ടാകാം ആള് ചെറുപ്പത്തിന്, ഓർമ്മയുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കാം നിലാവ് പേടിയുന്നത്. ഇരുട്ടാൾക്കൊരു പ്രശ്നമല്ല, പക്ഷെ നിലാവ് ഭയങ്കര പേടി. അപ്പൊ അങ്ങനെ പറയണ്ടായി. മാം, അപ്പൊ ഈ നമ്മള് ഹിപ്നോട്ടൈസ് ചെയ്യുമ്പോ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലെ കാര്യങ്ങളാണോ വരുന്നത്? എന്ത് ചെയ്യുമ്പോ? ഹിപ്നോട്ടിസം. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹിപ്നോട്ടിസം ശരിക്കും സയന്റിഫിക് അല്ല എന്നൊക്കെ പറയൂ കേട്ടോ. സ്യൂഡോ സയൻസ് ആണെന്ന് പറയും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു വ്യക്തി നമ്മളെ ഹിപ്നോട്ടൈസ് ചെയ്ത് നമ്മുടെ സബ് കോൺഷ്യസ്, അത് എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞ ഹിപ്നോസിസ് എന്ന് പറഞ്ഞാൽ സെൽഫ് ഹിപ്നോസിസ് ആണ്. അത് ഇതുപോലെയല്ല ചെയ്യുന്നത്. അത് നമ്മൾ കുറെ തെറാപ്പി നമ്മൾ സ്വയം ചെയ്യുക. അല്ലെങ്കിൽ കുറച്ച് തെറാപ്പിയൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ തെറാപ്പി ചെയ്ത് നമ്മൾക്ക് ഉണ്ടായിരുന്ന എന്തെങ്കിലും ഒരു ഷോർട്ട് കമ്മിങ്സ് നമ്മൾ അങ്ങോട്ട് കോമ്പൻസേറ്റ് ചെയ്യുവാണ്. ഒരു പേടി, എന്തിനെ കുറിച്ച് ഒരു പേടി. ഇപ്പൊ ഞാനൊരു തെറാപ്പി പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. നമുക്ക് ഇഷ്ടമല്ലാത്തൊരു സിറ്റുവേഷൻ, നമ്മൾ ഡിഫൻസ് മെക്കാനിസം പല പ്രാവശ്യവും അത് പലതിലും നമുക്ക് കണ്ടിട്ടുണ്ടായിരിക്കും. നമുക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം നമ്മുടെ മെമ്മറിയിൽ നിന്ന് കളയാനായിട്ട് നമ്മൾ ശ്രമിക്കുന്ന ഒരു ഡിഫൻസ് മെക്കാനിസം ഉണ്ട്, റിഗ്രഷൻ, റൈറ്റ്? അത് റിപ്രഷൻ, ഒരു ക്ലാസിക്കൽ ഡിഫൻസ് മെക്കാനിസം ഉണ്ടല്ലോ. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു തെറാപ്പി ഉണ്ട്. അതൊരു ഡിഫൻസ് മെക്കാനിസം ആണ്. അതായത് ഈ നമുക്ക് ഇഷ്ടമല്ലാത്ത, നമുക്ക് ഓർക്കാൻ ഇഷ്ടമല്ലാത്ത ഒരു സിറ്റുവേഷൻ, അവിടെ വെച്ചൊരു വ്യക്തി നമ്മളെ ഭയങ്കരമായിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് വഴക്ക് പറയുകയോ ഇൻസൾട്ട് ചെയ്യുകയോ നമ്മൾ മോശമായി സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ടാകാം. ഇത് നമ്മളിങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ആ വ്യക്തിയെ ഓർമ്മ വരും, ആ സിറ്റുവേഷൻ ഓർമ്മ വരും, അയാൾ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വരും. നമ്മൾ എത്ര ശ്രമിച്ചിട്ട് നമുക്ക് മറക്കാൻ പറ്റുന്നില്ല. ഭയങ്കര സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോ സാധാരണ ഞങ്ങൾ ചെയ്യുന്ന ഒരു തെറാപ്പിയാണ് സെൽഫ് ഹിപ്നോസിസ്. അതായത് നമുക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാർട്ടൂൺ ക്യാരക്ടറായിട്ട് അയാളെ വിചാരിക്കാൻ. ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നമുക്ക് ഇഷ്ടമല്ലാത്തൊരു കാർട്ടൂൺ ക്യാരക്ടർ കേട്ടോ. ഇഷ്ടമുള്ള ഒന്നും വിചാരിക്കണം. ഒരു ഇഷ്ടമില്ലാത്ത വളരെ വിചിത്രമായ ഒരു രൂപമുള്ള ഒരു കാർട്ടൂൺ ക്യാരക്ടറായിട്ട് ഈ വ്യക്തിയെ വിചാരിക്കാം. എന്നിട്ട് ആ സിറ്റുവേഷനിൽ അയാൾ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഓർമ്മ വരുമ്പോ നമ്മൾ അയാള് സംസാരിക്കുന്നത്, നമ്മൾ ഈ ചില ആപ്പിലൊക്കെ കണ്ടിട്ടില്ലേ, ഇങ്ങനെ വേറെ രീതിയിൽ മുഖമാക്കുക, ഫോണിലൊക്കെ, പിന്നെ സംസാരം വേറൊരു രീതിയിലാക്കുക എന്നൊക്കെ പോലെ. അതുപോലെ അയാൾ പറഞ്ഞ കാര്യങ്ങള് കക്ക 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 എന്ന് പറയുന്ന പോലെ അങ്ങ് നമ്മൾ അസ്യൂം ചെയ്യും.
അങ്ങനെ നമ്മളെ മനസ്സിലിട്ട് ഇതിനിങ്ങനെ അസ്യൂം ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് അല്ലേ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് വളരെ പവർഫുൾ ആണ്. നമ്മൾ ആ ഒരു സിറ്റുവേഷനെയും ആ വ്യക്തിനെയും അയാൾ പറഞ്ഞ കാര്യങ്ങളും ഈ രീതിയിലേക്ക് നമ്മൾ അങ്ങനെ ട്രാൻസ്ഫോം ചെയ്യുവാണ്. അത് അങ്ങനെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു സംഭവം ഓർക്കുമ്പോൾ നമുക്ക് ഈ കാർട്ടൂൺ കഥാപാത്രവും അയാളെ കക്കാന്ന് പറഞ്ഞത് മാത്രമേ നമുക്ക് ഓർമ്മ വരുള്ളൂ. ഭയങ്കര രസമായിരിക്കും, നിങ്ങളൊന്ന് ചെയ്തു നോക്ക്, ഭയങ്കര എഫക്റ്റീവ് ആയിരിക്കും. ഇതാണ് സെൽഫ് ഹിപ്നോസിന്റെ ഒരു സ്റ്റെപ്പ്. അപ്പൊ നമ്മൾ നമ്മളെ തന്നെ ഹിപ്നോട്ടൈസ് ചെയ്ത് നമ്മുടെ പ്രശ്നം നമ്മൾ സോൾവ് ചെയ്യുവാണ്. പിന്നെയുള്ളത് ഇൻഡിവിജ്വൽ ഡിഫറൻസസിന്റെ കാര്യമാണ്. ഇത് നിങ്ങൾ ഓൾറെഡി ഇൻഡിവിജ്വൽ ഡിഫറൻസിൽ പഠിച്ചു കഴിഞ്ഞു. ഫിസിക്കൽ ഡിഫറൻസസ് നമുക്കറിയാം. ഒരു മനുഷ്യന് ഫിസിക്കലി ഉണ്ടാകുന്ന ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റ്, വെയിറ്റ്, കളർ ഓഫ് സ്കിൻ, കളർ ഓഫ് ഐ ആൻഡ് ഹെയർ, സൈസ് ഓഫ് ഹാൻഡ്സ്. എല്ലാ മനുഷ്യരും ഒരുപോലെ ഇരുന്ന് കഴിഞ്ഞാൽ മനസ്സിലാകില്ലല്ലോ. അതിനനുസരിച്ച് ഈവൻ പല സ്റ്റേറ്റിലെ ആളുകൾക്ക് വ്യത്യാസമുണ്ട്, പല കൺട്രിയിലെ ആളുകൾക്ക് വ്യത്യാസമുണ്ട്, ഹൈറ്റിലെ ഡിഫറൻസ് ഉണ്ട്, മുടിയുടെ ആ ഒരു രീതിക്ക് വ്യത്യാസമുണ്ട്, കണ്ണിന്റെ കളറ്, മൗത്തിന്റെ ഷേപ്പ്, മൂക്കിന്റെ അങ്ങനെ നോസ്, ഫേഷ്യൽ എക്സ്പ്രഷൻ, പിന്നെ സംസാരിക്കുന്ന രീതി, നടക്കുന്ന രീതി, ഹെയർ സ്റ്റൈല്, ഇതൊക്കെ ആ ഫിസിക്കൽ ഡിഫറൻസിൽ വരുന്നു. എനിക്ക് തോന്നുന്നു ഇൻഡിവിജ്വൽ ഡിഫറൻസിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നെ മെന്റൽ ഡിഫറൻസസ് നമുക്ക് ഓരോരുത്തർക്കുമുള്ള പൊട്ടൻഷ്യലിനനുസരിച്ചായിരിക്കും നമ്മളുടെ ക്രിയേറ്റീവ് എക്സ്പ്രഷൻ, നമ്മുടെ കപ്പാസിറ്റി, നമ്മുടെ എബിലിറ്റി, നമ്മുടെ കോൺസെൻട്രേഷൻ, പിന്നെ ഇന്റലിജൻസ്, ബുദ്ധിക്ക് അനുസരിച്ച് ആളുകൾ വ്യത്യാസമുണ്ട് അല്ലേ. അതായത് ഇപ്പം ചലഞ്ചഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. IQ ലെവൽ, ചിലർക്ക് ഭയങ്കര IQ ലെവൽ കൂടുതലായിരിക്കും, ചിലർക്ക് IQ ലെവൽ ഒരു മോഡറേറ്റ് ആയിരിക്കും, ചിലർക്ക് കുറവായിരിക്കും. പിന്നെ ആ ലാസ്റ്റ് സെന്റൻസ് ഒന്ന് സ്ട്രൈക്ക് ഔട്ട് ചെയ്തേക്ക്. പക്ഷെ നമുക്ക് ആരെയും ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ആ വേർഡുകൾ നമ്മൾ ഉപയോഗിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യനെ കയറി ഫൂളിനും ഇഡിയറ്റിനും വിളിക്കാനുള്ള റൈറ്റ്സ് ആർക്കും ഇല്ല. എല്ലാ മനുഷ്യരുടെയും ഇന്റലിജൻസിന്റെ ലെവൽ ഡിഫറെന്റ് ആയിരിക്കും എന്ന് കരുതി ഏതെങ്കിലും ഒരു മനുഷ്യനെ അങ്ങനെ വിളിക്കാനുള്ള റൈറ്റ് നമുക്ക് ആർക്കില്ല. സോ അത് ആ ഒരു ടെക്സ്റ്റ് ഇനി കറക്റ്റ് ചെയ്യുമ്പോൾ ആ ലൈൻസ് ഒക്കെ ഒഴിവാക്കണം. IQ ലെവലിനനുസരിച്ച് ആളുകളുടെ IQ ഡിഫറെന്റ് ആണെന്ന് മാത്രം മതി. അവരെങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നു ദാറ്റ് വേർഡ്സ് നമുക്ക് ആവശ്യമില്ല. ചിലർ ബ്രൈറ്റ് ആയിരിക്കും, ചിലർ നോർമൽ ആയിരിക്കും, ചിലർ സുപ്പീരിയർ ആയിരിക്കും, ചിലർ ജീനിയസ് ആയിരിക്കും. ഓക്കെ, ദാറ്റ്സ് ഓക്കെ. ഇനി മൂവ്മെന്റിന്റെ ഡിഫറൻസ്, മോട്ടോർ എബിലിറ്റിയുടെ ഡിഫറൻസ്. ചില ആൾക്കാരെ നമ്മൾ പറയില്ലേ ട്യൂബ്ലൈറ്റ് ആണ്, പെട്ടെന്ന് ആ ഒരു റിയാക്ഷൻ ടൈം അല്ലെങ്കിൽ എന്തിനോടെങ്കിലും അവരുടെ റെസ്പോണ്ട് ചെയ്യുന്നത്, അതൊക്കെ ഡിഫറെന്റ് ആയിരിക്കും. സ്പീഡ് ഓഫ് ആക്ഷൻ, ഒരു പണി ഒരാൾ ½ an hour കൊണ്ട് ചെയ്യുന്നു, സെയിം വർക്ക് വേറൊരാൾക്ക് 1 hour എടുക്കും. സോ മീൻസ് അവരുടെ സ്പീഡിന്റെ ഡിഫറൻസ്. നമ്മളത് ഫിസിക്കൽ ഫിറ്റ്നസ് നമ്മളത് പറയേണ്ടായിരുന്നു. അതിന്റെ പാരാമീറ്റേഴ്സ് വെച്ചിട്ട് നമ്മൾ സ്പീഡ്, എൻഡുറൻസ്, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ കോൺസ്റ്റൻസി, ആ ഒരു പോസിബിലിറ്റി ചെയ്യുന്ന കാര്യങ്ങളിൽ. പിന്നെ റേറ്റ് ഓഫ് മസ്കുലർ മൂവ്മെന്റ്, മസിൽസിന്റെ മൂവ്മെന്റ്സ്. പിന്നെ റെസിസ്റ്റൻസ് ടു ഫാറ്റിക്, മറ്റേ ടയേർഡ് ആകുന്നത്. ചില ആളുകൾ പെട്ടെന്ന് ടയേർഡ് ആകുന്നു, ചില ആളുകൾ കണ്ടിന്യൂസ് ഹോൾ ഡേ വർക്ക് ചെയ്താലും അവര് ടയേർഡ് ആകുന്നില്ല. അങ്ങനെയൊക്കെ അതൊക്കെ നമ്മുടെ മോട്ടോർ എബിലിറ്റിയുടെ ഡിഫറൻസ് ആണ്. ഡിഫറൻസ് ഇൻ ഇൻട്രസ്റ്റ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്, നമ്മുടെ താല്പര്യങ്ങളും അഭിരുചികളും അല്ലെ. എല്ലാവർക്കും എല്ലാത്തിനോടൊന്നും ഇൻട്രസ്റ്റ് ഉണ്ടാവുന്നില്ല. ചിലർക്ക് മൂവി കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും, ചിലർക്ക് പാട്ട് കേൾക്കാൻ, ചിലർക്ക് ബുക്ക് വായിക്കാനായിരിക്കും. ചില സമയം ചിലപ്പോൾ ബുക്ക് വായിക്കുന്നതിനായിരിക്കും കൂടുതൽ ഇൻട്രസ്റ്റ്. പുറത്ത് പോയൊരു മൂവി കാണുന്നതിനേക്കാളും വീട്ടിൽ സ്വന്തം റൂമിലിരുന്ന് ബുക്ക് വായിക്കാനായിരിക്കും. പിന്നെ ചിലർക്ക് ആളുകളെ കാണാനും ഗ്രൂപ്പായിട്ടിരിക്കാനും ടെൻഡൻസി നിങ്ങൾക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ടെൻഡൻസീസ് എടുത്തോ. അതില് നമുക്ക് ഗ്രിഗോറിയസ്നെസ് അല്ലെ, ഗ്രൂപ്പായിട്ടിരിക്കാനുള്ള ആ ഒരു താല്പര്യം. ചില ആളുകൾക്ക് ഒറ്റയ്ക്കും ഓക്കെയാണ്, ഗ്രൂപ്പിലും ഓക്കെയാണ്. ചിലർക്ക് ഒറ്റയ്ക്ക് ആ ഒരു സോളിറ്റ്യൂഡ് അതായിരിക്കും ഇഷ്ടം. സോഷ്യൽ ഗാദറിങ്സിൽ നിന്നൊക്കെ ഒഴിവായി നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. പിന്നെ ചിലർ ഭയങ്കര സ്കോളാസ്റ്റിക് ആയിരിക്കും, വളരെയധികം നോളജ് ഉള്ള രീതിയിൽ. ചിലർക്ക് മ്യൂസിക്കിലായിരിക്കും ആ ഒരു ആപ്റ്റിറ്റ്യൂഡ് വരുന്നത്. ചിലർക്ക് ഡാൻസ് അങ്ങനെയുള്ള ആർട്സ് ഫോമിലായിരിക്കും. ചിലർക്ക് കൂടുതൽ അറിവ് സമ്പാദിക്കുന്ന ആ ഒരു ഇതിലായിരിക്കും. ഇനി ആറ്റിറ്റ്യൂഡ്സ്, നമ്മളുടെ മനോഭാവം, ഡിഫറെന്റ് ഇൻ ആറ്റിറ്റ്യൂഡ്. ചില കാര്യങ്ങളെ ഓരോരുത്തരും അതിനെ കാണുന്ന പെർസ്പെക്റ്റീവ്, കാഴ്ചപ്പാട് വേറെ ആയിരിക്കാം അല്ലെ. ആ ഒരു
പലർക്കും പല രീതിയിലുള്ള എത്തിക്സ് ഉണ്ടാകും, ഒപ്പീനിയൻസ് ഉണ്ടാകും, ഐഡിയോളജി ഉണ്ടായിരിക്കും. റിലീജിയസ് ആയിട്ടാണെങ്കിലും അല്ലാത്ത രീതിയിലാണെങ്കിലും ഫിലോസഫിക്കലായിട്ടും പൊളിറ്റിക്കലായിട്ടും രാഷ്ട്രീയപരമായിട്ടൊക്കെ അവരവർക്ക് അവരുടേതായ ഒരു ഒപ്പീനിയനും ഐഡിയോളജിയും എല്ലാം ഉണ്ടാവും. നെക്സ്റ്റ്, ഇമോഷണൽ ഡിഫറൻസസ്. ചിലർ വളരെ പെട്ടെന്ന് തന്നെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യും. സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും എക്സ്പ്രസ് ചെയ്യും. ചിലർ സപ്രസ് ചെയ്യും, അങ്ങനെ ഉള്ളിൽ ഒതുക്കും, അല്ലെ? ചിലര് പോസിറ്റീവ് ഇമോഷൻസ് ആയിരിക്കും കൂടുതൽ കാണിക്കുന്നത്, ലവ്, അഫെക്ഷൻ, അമ്യൂസ്മെന്റ്, അങ്ങനെയുള്ള പോസിറ്റീവ് ഇമോഷൻസ് കാണിക്കും. ചില ആളുകൾ നെഗറ്റീവ് ആയിരിക്കും. നമ്മൾ നെഗറ്റീവിസം ഡിഫൻസ് മെക്കാനിസം പറഞ്ഞു, എന്തിലും നെഗറ്റീവ് കാണും, എന്തിനും എതിര് പറയും, എന്തിനും ഒരു ട്രിബൽ ആയിട്ടുള്ള നേച്ചർ, അതൊക്കെ ആ ഒരു ഇമോഷണൽ ഡിഫറൻസസ് ആണ്. അങ്ങനെയുള്ളവരിൽ നെഗറ്റീവ് ഇമോഷൻസ് ആയിരിക്കും കൂടുതൽ പവർഫുൾ. നമ്മൾ ഈ പറഞ്ഞു കേട്ടല്ലേ ദുരന്തം പറയാന്ന്. ചിലത് ഇമോഷണലി നല്ല സ്റ്റേബിൾ ആയിരിക്കും. അപ്പൊ മാനേജ് ചെയ്യാനായിട്ട് പറ്റും ഇമോഷൻസ്, ഇമോഷണൽ റെഗുലേഷൻ പറ്റും. വളരെ ദുഃഖകരമായ കാര്യം വരുമ്പോൾ അവരതിനെ ഈസിലി അതിനെ മാനേജ് ചെയ്യുന്നു. മറ്റാളുകളെയും ടേക്ക് കെയർ ചെയ്യുന്ന രീതിയിൽ വളരെ ഇമോഷണലി സ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും, മെച്യൂർ ആയിരിക്കും. ചിലർക്ക് പക്ഷെ അൺസ്റ്റേബിൾ ആയിരിക്കും, ഇമെച്യൂർ ആയിരിക്കും, ചൈൽഡിഷ്, അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ചാഞ്ചാടുന്ന രീതിയിലുള്ള സ്വഭാവവും ചൈൽഡിഷ് ആയിട്ടും ഉള്ള രീതിയിൽ പെരുമാറും. ഇതാണ് ഈ മോണ്ടിസോറി ടേംസിൽ വരുന്നത്. ഇൻഡിവിജ്വൽ ഡിഫറൻസസും അതുപോലെ തന്നെ നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അതിൽ നമുക്ക് കണക്റ്റഡ് ആയിട്ട് നമ്മൾ പറഞ്ഞത് ഹോം, നീവി, നെബുലി ആയിരുന്നു. ഇതെല്ലാം ഈ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിലാണ് നമ്മൾ അഡാപ്റ്റ് ചെയ്യുകയുള്ളൂ, നമുക്ക് ശരിയായ രീതിയിൽ കണ്ടീഷൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. പൊട്ടൻഷ്യൽ ഇല്ലാത്തൊരു വ്യക്തിക്ക് കണ്ടീഷൻഡ് ആകാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത്. ഓക്കെ, നമ്മൾ ഇനിയിപ്പോ ഏതൊക്കെ ചാപ്റ്റർ ബാക്കിയുള്ളത്? 4ഉം ഇനി 4, 6 സൊസൈറ്റി ഓഫ് പ്രൊഫഷൻ, മോണ്ടിസോറി, അടുത്ത 7th മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയൺമെന്റ്, പിന്നെ 8th വുമൻ. അത്ര. സോ 4th യൂണിറ്റ്, ദാറ്റ് ഈസ് സെൽഫ് കൺസ്ട്രക്ഷൻ. ഇത് അതില് നമ്മൾ ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് പഠിച്ചപ്പോൾ ഇങ്ങനെ ഇത് ഷെയർ ചെയ്യണമായിരുന്നു. നിങ്ങളുടെ ടെക്സ്റ്റ് ഉണ്ടല്ലോ അല്ലെ? ഷെയർ ചെയ്യണം. കുറച്ചുപേരെ കാണാൻ പറ്റും, അതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്യാത്തത്. ഷെയർ ചെയ്യുമ്പോൾ സ്ക്രീൻ കുറച്ചുകൂടെ ചെറുതാവും. വേണോ ആർക്കെങ്കിലും ടെക്സ്റ്റ്? ഓക്കെ അല്ലേ? എല്ലാവരുടെയും ടെക്സ്റ്റ് ഇല്ലേ? ഓക്കെ, സെൽഫ് കൺസ്ട്രക്ഷൻ യൂണിറ്റ് 4 പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്തു കേട്ടോ. കാരണം എന്റെ പേജ് നമ്പർ ഇല്ല, പ്രിന്റ് ഔട്ട്സ് ആയിട്ട് കാരണം. 105. നമ്മളെ ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് ആ ചാപ്റ്ററിലൂടെ നമ്മൾ പോയപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം, ഒരു കുട്ടി നാച്ചുറലി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ആ കുട്ടിയുടെ ഉള്ളിൽ തന്നെ ഇന്റേണൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഇന്റേണൽ എയ്ഡ്സ്, ഇന്റേണൽ ടൂൾസ്, അങ്ങനെ 2 ടൂൾസ് അല്ലെങ്കിൽ എയ്ഡ്സ്, 2 ഫാക്ടേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പറഞ്ഞു. ഏതൊക്കെയാണത്? സെൻസിറ്റീവ് പീരീഡും അബ്സോർബന്റ് മൈൻഡ്. യെസ്, സെൻസിറ്റീവ് പീരീഡും അബ്സോർബന്റ് മൈൻഡുമാണ്. ഇനി ഈ സെൻസിറ്റീവ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കുട്ടികള് എൻവയോൺമെന്റുമായിട്ട് വളരെ കണക്റ്റഡ് ആകും, അവർ സെൻസിറ്റീവ് ആകും അവരുടെ സറൗണ്ടിങ്സുമായിട്ട്. അവിടെ കാണുന്നതും കേൾക്കുന്നതും തൊട്ടു നോക്കാൻ പറ്റുന്ന എല്ലാം അവര് പരിചയപ്പെടും നല്ല രീതിയിൽ തന്നെ. അവർക്ക് അതിനുള്ള അവസരം കിട്ടുവാണെങ്കിൽ കേട്ടോ, അവരെ വീടിനകത്ത് അടച്ചുപൂട്ടി വളർത്തുവാണെങ്കിൽ അവരുടെ ഈ സെൻസിറ്റീവ് പീരീഡ് ഡെവലപ്പ് ആകില്ല. അപ്പൊ അങ്ങനെ അവർ സെൻസിറ്റീവ് ആണ് ചുറ്റുപാടുമുള്ള കാര്യങ്ങളുമായിട്ട്. ഈ ഒരു പീരീഡിൽ അവരുടെ സെൽഫ് മെയ്ഡ് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നു. അതാണ് ഈ സെൽഫ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു പീരീഡ് അവർ പല കാര്യങ്ങളും ലേൺ ചെയ്യുന്നത് എൻവയോൺമെന്റുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ്, അവരുടെ സെൻസസ് യൂസ് ചെയ്തിട്ടാണ്. ഇനി ഈ ലേണിംഗ് നല്ല രീതിയിൽ നടക്കണമെങ്കിൽ അവർക്ക് എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യണം, എന്തൊക്കെ കണ്ടീഷൻ വേണം? ലേണിംഗ് പ്രോപ്പറായി നടക്കണമെങ്കിൽ കുട്ടിയുടെ ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ, പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്ന രീതിയിൽ, സെൽഫ് കൺസ്ട്രക്ഷൻ നടക്കേണ്ട രീതിയിൽ അങ്ങനെ നടക്കണമെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യണം? നല്ലൊരു എൻവിയോൺമെന്റ് അല്ലെ, പ്രിപ്പയർഡ് എൻവിയോൺമെന്റ്, അതുപോലെ തന്നെ ഫ്രീഡം അല്ലെ, ഇൻഡിപെൻഡൻസും നല്ലൊരു പ്രിപ്പയർഡ് എൻവിയോൺമെന്റും പ്രൊവൈഡ് ചെയ്താൽ മാത്രമാണ്
കുട്ടിയുടെ സെൻസിറ്റീവ് പീരീഡിൽ ലേണിംഗ് പ്രോപ്പർ ആയിട്ട് നടക്കുള്ളൂ. അപ്പൊ ഈ സെൻസിറ്റീവ് പീരീഡ് 6 ഏരിയയില് ആണ് ഈ സെൻസിറ്റീവ് പീരീഡ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അടുത്ത പേജ് തിരിച്ചു കഴിഞ്ഞാൽ 6 സെൻസിറ്റീവ് പീരീഡ് എന്ന് പറഞ്ഞ് കാണാം. അപ്പൊ ഈ 6 സെൻസിറ്റീവ് പീരീഡില് ഫസ്റ്റ് വൺ സെൻസിറ്റീവ് ടു ഓർഡർ, നമ്മളെല്ലാ കാര്യങ്ങളും സിസ്റ്റമാറ്റിക് ആയിട്ട് ഓർഡറിൽ ഓർത്തിരിക്കുന്നതും വെക്കുന്നതും അതാണ്. പിന്നെ ലേണിംഗ് ത്രൂ ദെയർ 5 സെൻസസ്, 5 സെൻസസ് യൂസ് ചെയ്തിട്ട് അവർ ചുറ്റുപാടുമായി കണക്ട് ചെയ്ത് കാര്യങ്ങൾ പഠിക്കുന്നത്. അമ്മയെ മനസ്സിലാക്കുന്നത്, അമ്മയുടെ ടച്ച് മനസ്സിലാകുന്നു, സ്മെല്ല് മനസ്സിലാക്കുന്നു, അമ്മ അകലെ കൂടെ പോയാൽ തന്നെ അമ്മയാണെന്ന് മനസ്സിലാകുന്നു, അങ്ങനെ കളറ്, സൈസ്, അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നു. ലേണിംഗ് ത്രൂ ദെയർ 5 സെൻസസ്. പിന്നെ സെൻസിറ്റിവിറ്റി ഫോർ സോഷ്യൽ ഇൻട്രസ്റ്റ്, ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു, സോഷ്യലൈസ് ചെയ്യുന്നു. ഒരേ ഏജിലുള്ള കുട്ടികളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ആക്കാനും അവരുമായിട്ട് കളിക്കാനും ഒക്കെ ഇഷ്ടപ്പെടുന്നതും അത്. നെക്സ്റ്റ് സെൻസിറ്റിവിറ്റി ഫോർ ലാംഗ്വേജ്, ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. നമ്മൾ പൊട്ടൻഷ്യലിന്റെ കാര്യം പറഞ്ഞപ്പോൾ ലേണിംഗ് ലാംഗ്വേജിന്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സെൻസിറ്റിവിറ്റി ലാംഗ്വേജ് ഡെവലപ്മെന്റ് നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഓരോ ഏജിലും കുട്ടി എന്തൊക്കെ വേർഡ്സ് പറയുന്നു, എന്തൊക്കെ പഠിക്കുന്നു, അങ്ങനെയുള്ള രീതിയിൽ. സെൻസിറ്റിവിറ്റി ഫോർ വാക്കിംഗ്, ഒരു വയസ്സൊക്കെ ആവുമ്പോഴേക്കും പതുക്കെ നടക്കാനായിട്ട് തുടങ്ങും. ആ ബോഡി ബാലൻസ് ഒക്കെ ആവുന്നത് ഏത് പ്രായത്തിലാണ് അത് കാര്യം. പിന്നെ സെൻസിറ്റിവിറ്റി ഫോർ സ്മോൾ മൈന്യൂട്ട് ഒബ്ജക്ട്സ്, ചെറിയ വസ്തുക്കളുമായിട്ട് ഇവർ പെട്ടെന്ന് കണക്റ്റഡ് ആണ്. അത് അവരുടെ പവർ ഓഫ് അറ്റൻഷൻ, കോൺസെൻട്രേഷൻ, ഫോക്കസ് ഒക്കെ കൂടാനായിട്ട് സാധിക്കും. അപ്പൊ ഇവര് ഡെവലപ്പ് ചെയ്യുന്ന ഈ 6 ഏരിയ ആ സെൻസിറ്റീവ് പീരീഡ് നിങ്ങൾക്ക് തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ട് ആർക്ക് വേണമെങ്കിലും നെക്സ്റ്റ് ക്ലാസ്സിൽ അതിനെ കുറിച്ച് ലീഡ് ചെയ്യും. നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യണം. കുട്ടികളുമായിട്ട് കണക്ട് ചെയ്ത് കുറെ കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് പറയാനായിട്ട് പറ്റും. അപ്പൊ അത് കണക്ട് ചെയ്ത് പറയാം. ആരൊക്കെ 6 പേരാണ് ഇത് ചെയ്യുന്നതെന്ന് തമ്മിൽ ഒരു ഡിസ്കസ് ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യണം. പിന്നെ അത് മാത്രമല്ല, ചിലപ്പോൾ 6 കൂടുതൽ ആളുകൾക്ക് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരാൾ ചെയ്ത് കഴിയുമ്പോൾ ബാക്കി ആഡ് ചെയ്ത് പോവാം. ഞാനും എന്തെങ്കിലും ആഡ് ചെയ്യാൻ എക്സ്ട്രാ ഉണ്ടെങ്കിൽ ഞാനും ആഡ് ചെയ്യാം. ഓക്കെ ആണോ? ഞാൻ തന്നെ എടുക്കണം? യെസ് മാം, 3 പേര് പറഞ്ഞിട്ടുണ്ട്, 3 എടുക്കാന്ന്. ഓക്കെ, നെയിം ഇന്ന് തന്നിട്ടുണ്ട്. റെഡിയാണോ? നെക്സ്റ്റ് ക്ലാസ് ഓക്കെ. അപ്പൊ ബാക്കി ഞാൻ ചോദിക്കും. 3 പേര് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് റെഡിയാ? റെഡി ആയിരുന്നു മാം. ഇന്ന് റെഡിയാണെങ്കിൽ ആ ഭാഗം പറഞ്ഞോളൂ. ടൈം ഇല്ല മാം, പിന്നെ ചാർജ് ചാർജ് ഇല്ല. ഫോണിൽ ചാർജ് ഓൾമോസ്റ്റ് കഴിഞ്ഞു മാം, കഴിയാറായി. ഞാൻ ആ ഒരു ഇൻട്രൊഡക്ഷൻ ഒന്ന് പറഞ്ഞോട്ടെ. ഓക്കെ മാം, ഓക്കെ. അപ്പൊ സെൻസിറ്റീവ് പീരീഡ് പറഞ്ഞപ്പോ ഡോക്ടർ മോണ്ടിസോറി ഇതിനെ കമ്പയർ ചെയ്തു വേറൊരു സിറ്റുവേഷനുമായിട്ട്. നമ്മളെല്ലാവരും ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ബട്ടർഫ്ലൈയുടെ മെറ്റാമോർഫിസിസ്, അതായത് ശലഭ പരിണാമം, അല്ലെങ്കിൽ പഠമൊക്കെ നമ്മുടെ ബയോളജി ബുക്കിലോ സയൻസ് ബുക്കിലോ ഒക്കെ ഉണ്ടായിരുന്നു. ഒരു ഡച്ച് ബയോളജിസ്റ്റ് ആയ ഹ്യൂഗോ ഡിബ്രിസ്, അദ്ദേഹമാണ് ഈ സെൻസിറ്റീവ് പീരീഡ് ഇൻസെക്ട്സിലുണ്ടെന്ന് ഒബ്സർവ് ചെയ്തു. അതിന് ബെറ്റർ എക്സാമ്പിൾ ആയിട്ട് അദ്ദേഹം പറഞ്ഞത് ബട്ടർഫ്ലൈയുടെ ആ ഒരു മെറ്റാമോർഫിസിസ് ആണ്. ബട്ടർഫ്ലൈ എന്താ ചെയ്യുന്നത്, ഫീമെയിൽ ബട്ടർഫ്ലൈ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് നല്ല പ്രൊട്ടക്ഷൻ കിട്ടുന്ന ഒരു സ്പോട്ട് നോക്കി മരത്തിന്റെ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിലെ ഇലയുടെ അടിയിൽ പോയിട്ട് മുട്ടയിടും. അപ്പൊ ഈ ഡിബ്രിസ് ഒബ്സർവ് ചെയ്തൊരു കാര്യം, ഈ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കാറ്റർപില്ലർസ് ഇവർക്ക് ലൈറ്റിനോട് ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. ലൈറ്റ് നോക്കി ഇവര് ഇഴഞ്ഞിഴഞ്ഞു പോകും. മുട്ട വിരിഞ്ഞു വന്നു കഴിയുമ്പോൾ ഭയങ്കര വിശപ്പായിരിക്കും. അപ്പൊ ഈ പുഴുവിനൊക്കെ കഴിക്കാൻ ഇഷ്ടം വളരെ തളിരിലകളായിരിക്കും. ഈ തളിരിലകൾ അന്വേഷിച്ച് ഇവര് ബ്രാഞ്ചിന്റെ ഏറ്റവും തുഞ്ചത്തേക്ക് പോകും. താഴെയുള്ള ബ്രാഞ്ചിലെ എല്ലാം നല്ല എന്താ പറയാ മൂത്ത ഇലകളായിരിക്കും. അപ്പൊ തളിരിലകൾക്ക് വേണ്ടിയിട്ട് ഇവര് മുകളിലേക്ക്, അപ്പൊ ലൈറ്റ് നോക്കി പോയി ഇവർക്ക് ഈ തളിരില നിറയെ കിട്ടും. വയറ് നിറയെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉറക്കം വരും. സോ അവര് പ്യൂപ്പ സ്റ്റേജിലേക്ക് പോകും. നേരിട്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ പ്യൂപ്പയുടെ ഉള്ളിൽ കിടന്ന് ഇവര് ഗുസ്തി പിടിക്കുന്ന നമുക്ക് കാണാം പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടുകൊണ്ട് ആരെങ്കിലും പോയി പതുക്കെ ഒന്ന് കയറി കൊടുത്തു കഴിഞ്ഞാൽ പുറത്ത് വരുന്ന സാധനം പുഴുവാണോ ബട്ടർഫ്ലൈ ആണോ നമുക്ക് മനസ്സിലാകാത്ത പോലെ പകുതി ബട്ടർഫ്ലൈയും പകുതി പുഴുവായിട്ടിരിക്കും. അത് പെട്ടെന്ന് തന്നെ ചത്തുപോകും. അതിന് ആയുസുണ്ടാകില്ല. കാരണം അതിന്റെ വിങ്സ് സ്ട്രോങ് ആയിട്ടില്ല. അത് സ്ട്രഗിള് ചെയ്ത് തന്നെ അതിന്റെ ഉള്ളിൽ നിന്ന് നാച്ചുറൽ ആയിട്ട് അത് പൊട്ടിച്ച് പുറത്തു വരണം.
പുറത്ത് വരുമ്പോഴാണ് നല്ല ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈ, സ്ട്രോങ് വിങ്സ് ഉള്ള നല്ല ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈ ഉയരത്തിലേക്ക് പറക്കാൻ പറ്റുള്ളൂ. ഇതുപോലെ തന്നെയാണ് കുട്ടികളിലും എന്നാണ് ഡോക്ടർ മോണ്ടിസോറി പറഞ്ഞത്. അതിനെ കമ്പയർ ചെയ്യാനുള്ള ഒരു എക്സാമ്പിൾ ആണ് നമുക്ക് പറഞ്ഞത്. കുട്ടികളിലും ഇതുപോലെ സെൻസിറ്റീവ് പീരീഡ് ഉണ്ട്. ഈ ഒരു സെൻസിറ്റീവ് പീരീഡിൽ അവർ നാച്ചുറൽ ആയിട്ട് ഡെവലപ്പ് ആകും. അതിന് അവര് കാര്യങ്ങൾ തന്നെത്താനെ ചെയ്ത് മുന്നോട്ട് വരണം. നമ്മളുടെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു എൻവയോൺമെന്റ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക, അവർക്ക് ആവശ്യത്തിന് ഫ്രീഡം കൊടുക്കുക. എന്നിട്ട് നമ്മൾ തിരിഞ്ഞു പോവാന്നുള്ളതല്ല, നമ്മൾ ഒബ്സർവ് ചെയ്യണം. അതുകൊണ്ടാണ് ഡോക്ടർ മോണ്ടിസോറി പറഞ്ഞത് കുട്ടിയെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കണം, കുട്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. കാരണം ഡേഞ്ചർ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇടപെടണം. കാരണം അങ്ങനെയുള്ള ആക്ടിവിറ്റി കുട്ടിയുടെ ഡെവലപ്മെന്റ് തടസ്സം വരുന്നുള്ളതാണ്. കുട്ടിക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം കുട്ടിയെ കൊണ്ട് തന്നെ ചെയ്യിക്കുക, അതാണ് കുട്ടിയുടെ നാച്ചുറൽ ഡെവലപ്മെന്റിലേക്കുള്ള ഒരു പാത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഡോക്ടർ മോണ്ടിസോറി ബട്ടർഫ്ലൈയുടെ മെറ്റാമോസിസുമായിട്ട് കുട്ടികളുടെ ഈ ഒരു സെൻസിറ്റീവ് പീരീഡ് കണക്ട് ചെയ്തു. അപ്പൊ എല്ലാ കുട്ടികളും ഇങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള രീതിയിലാണ് ഡോക്ടർ മോണ്ടിസോറി. സെൻസിറ്റീവ് പീരീഡ് ആണ് കുട്ടികളുടെ ലൈഫിലെ ബ്ലോക്സ് ഓഫ് ടൈം. അവർക്ക് ആ ഫൗണ്ടേഷൻ സ്റ്റോൺ ഓരോരോ കല്ല് വെച്ച് ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്നത് ഈ സെൻസിറ്റീവ് പീരീഡിലാണെന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ അവര് ചുറ്റുപാടിൽ നിന്നും അവര് പല നോളജും അവര് അക്വയർ ചെയ്തു. നമുക്കറിയാം കുട്ടികൾ ക്യൂരിയസ് മൈൻഡ് ആണ്. അവര് WH ക്വസ്റ്റ്യൻ ശരിക്കും ചോദിക്കും. അത് അവർക്ക് അറിവ്, ചുറ്റുപാടും കാണുന്ന പല സാധനങ്ങളെ കുറിച്ചും അവരിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ആ അറിവ് നേടുക എന്നുള്ളതാണ് ഒരു അറിച്ച് ത്വരാന്നൊക്കെ എന്ന് പറയുന്നത്. അത് ബാക്കി 6 നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യുമെന്ന് നിങ്ങൾ പറഞ്ഞു. നെക്സ്റ്റ് രണ്ടാമത്തെ നമ്മളുടെ ഏതാണ് അബ്സോർബൻ മൈൻഡ് അല്ലെ? ഈ അബ്സോർബൻ മൈൻഡിന്റെ കാര്യം നമ്മളിപ്പോ മോണ്ടിസോറി ടേംസിൽ കുറെ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഡോക്ടർ മോണ്ടിസോറി പറയുന്നത് ജനിക്കുമ്പോ തുടങ്ങി കുട്ടികളുടെ മൈൻഡ് അബ്സോർബിങ് സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ചുറ്റുപാടുമുള്ളതെല്ലാം അബ്സോർബ് ചെയ്തു തുടങ്ങും. അതുകൊണ്ടാണ് അമ്മ വന്നെടുക്കുമ്പോ കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നത്. കാരണം അമ്മയുടെ ടച്ച് അതിന് മനസ്സിലായി കഴിഞ്ഞു, അതങ്ങ് ഉൾക്കൊണ്ട് കഴിയും. ഈ വ്യക്തിയെ ടച്ച് ഇതാണ്, അമ്മയുടെ സ്മെല്ല് ഒക്കെ കുട്ടിക്ക് കിട്ടിക്കഴിയും. അതാണ് സെൻസസ് യൂസ് ചെയ്ത് പഠിക്കുന്നു. അബ്സോർബൻ മൈൻഡുമാണ്. ഇനി ഈ അബ്സോർബൻ മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സ്റ്റേജസ് ഉണ്ട് നമുക്കറിയാം. ഒന്ന് അൺകോൺഷ്യസ് സ്റ്റേജ്, ബർത്ത് തുടങ്ങി 3 years വരെ. പിന്നെ ആഫ്റ്റർ 3 years അത് കോൺഷ്യസ് സ്റ്റേജ് ആണ്, കോൺഷ്യസ് മൈൻഡ് ആണ്. അൺകോൺഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് മൈൻഡ് ഒന്നും ഫോം ചെയ്തിട്ടില്ല. അതുകൊണ്ടാണല്ലോ ഡോക്ടർ മോണ്ടിസോറി അതിനെ ഭ്രൂണാവസ്ഥയിലുള്ള മൈൻഡ് എന്ന് പറയുന്നത്. സ്പിരിച്വൽ എംബ്രിയോ അല്ലെ? സാധാരണ അഡൾട്ടിനെ പോലെയല്ല ഈ സമയത്ത് കുട്ടി കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അഡൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നോളജിന്റെ പീക്കിലൊക്കെ എത്തിക്കഴിഞ്ഞു. പക്ഷെ കുട്ടി സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. നത്തിങ്ങിന്ന് സ്റ്റാർട്ട് ചെയ്യണം, സീറോയിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു അവസ്ഥയിലാണ്. തുടക്കത്തിൽ അൺകോൺഷ്യസ് മൈൻഡ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഈ ചുറ്റുപാടുമുള്ള അടുത്ത് നിന്ന് അൺകോൺഷ്യസ്ലി ആയിരിക്കും കാര്യങ്ങൾ അബ്സോർബ് ചെയ്യുന്നത്. കുറെ കഴിയുമ്പോഴാണ് അത് കോൺഷ്യസ് മൈൻഡ് ആയിട്ട് മാറുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ ഈ നെക്സ്റ്റ് ക്ലാസ്സിൽ അത് കറക്റ്റ് ആയിട്ട് പറയാം. നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വരൂ. നെക്സ്റ്റ് ക്ലാസ്സിനൊക്കെ തീർക്കണമെങ്കിൽ നിങ്ങളുടെ പോർഷൻ അത് തീർക്കണമെന്ന് നോക്കട്ടെ. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോ ഈവനിങ് ക്ലാസ് വെക്കുമായിരിക്കും കേട്ടോ. അത് ഞാൻ പറയാം എന്നാ പറ്റും എന്നുള്ള കാര്യം പറയാം. ഇനി തീരില്ല. 70 യൂണിറ്റ് കുറച്ച് അധികം ഉണ്ട്. അധികം ഉണ്ടെന്നുള്ളതല്ല, അത്ര പേജ് ഉണ്ടെന്നുള്ളതല്ല, അതിൽ കുറെ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഓക്കെ, ടോപ്പിക്കിൽ നിന്നും പറയാൻ. ഇന്നലെ ഞാൻ ഷോപ്പിലേക്ക് പോയപ്പോഴാണ് ഒരു ചെറിയൊരു മോള്, ഒരു LKG UKG പോകുന്ന കുട്ടി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആ ടോയ് ഷോപ്പിൽ നിന്ന് ഒരു ടോയ് എടുത്തിട്ട് ആള് സ്വയം സൗണ്ട് ഒക്കെ ഉണ്ടാക്കി കളിക്കുക. അപ്പൊ ഞാൻ ശ്രദ്ധിക്കുക, നല്ല രസമുണ്ട്. ആ കുട്ടി ഒരു കാർട്ടൂൺ ക്യാരക്ടറിനെ എടുത്തിട്ട് ഭയങ്കരമായിട്ട് ചെയ്യുന്നു. അപ്പൊ മോള് എന്താ പഠിക്കുന്നതെന്ന് ചോദിച്ചപ്പോ ഞാൻ മോണ്ടിസോറി പഠിക്കാൻ പോവാന്ന് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഭയങ്കര കുട്ടികളുടെ ഭയങ്കര സന്തോഷായിരിക്കും കേട്ടപ്പോ. എന്താ വീണ്ടും ചോദിച്ചാൽ എത്രയല്ല ചോദിച്ചാൽ ഞാൻ മോണ്ടിസോറി പഠിക്കാൻ പോവുക, അത് മാത്രമേ പറയുന്നുള്ളൂ കുട്ടി. ഓക്കെ, നമുക്ക് അങ്ങനെ കുട്ടികളെല്ലാം സ്കൂളിലൊക്കെ പോയി എല്ലാം പഠിക്കട്ടെ, നല്ലപോലെ ആയി വരട്ടെ. ടീച്ചേഴ്സിനൊക്കെ അവരെ നല്ലപോലെ കെയർ ചെയ്യാനും സ്നേഹിക്കാനും അഫക്ഷനോട് കൂടി പെരുമാറാനും കൂടെ പറ്റട്ടെ.
നമ്മളിപ്പോ കുറേ കേൾക്കുന്നുണ്ടല്ലേ, കുഞ്ഞു കുട്ടികളെ, വളരെ നിഷ്കളങ്കരായ കുട്ടികളെ എന്തൊക്കെ രീതിയിലാണ് ഉപദ്രവിക്കുന്നത്. വളരെ സങ്കടകരമായ അവസ്ഥ. മനുഷ്യന്റെ മനസ്സിന്റെ ഒരു പ്രശ്നം, ആ ഒരു ഡിഫോർമേഷൻ എന്താ പറയാ, വന്നിരിക്കുകയാണ് പല മനുഷ്യർക്ക്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പൊ ഞാൻ ക്ലാസ് എന്ന് എൻഡ് ചെയ്യണേ എന്നൊക്കെ നോക്കട്ടെ. 7 നിങ്ങൾക്ക് ജൂലൈയിലല്ലേ ടേം 2 എക്സാമിനേഷൻ, മെയിൻ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ ഫസ്റ്റ് വീക്ക് കഴിയുമ്പോഴല്ലേ? മാം 1-ാം തീയതി നമുക്ക് സെക്കൻഡ് ടേം എക്സാം, പിന്നെ 7-ാം തീയതി തൊട്ട് മറ്റേ തേർഡ് എക്സാം. ഓക്കെ, എല്ലാരും PG സെമിനാർ ഒക്കെ എടുത്തു കഴിഞ്ഞു? മാം കുറച്ച് പേരെടുത്തു. ഓക്കെ, സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. PG ക്ലാസ്സിൽ അടുത്ത ദിവസം കാണാം. Thank you, ma'am. താങ്ക് യു മാം.